ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒരുക്കുകയും ഹൃദയം നമ്മളോട് സംസാരിക്കുവാൻ, നമ്മുടെ ഉള്ളിലുള്ളത് പരിശുദ്ധാത്മാവാണ്, ഹൃദയം നമ്മളോട് സംസാരിക്കുവാനായിട്ട് അനുവദിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു വചനത്തെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നത്. പല രീതികളിലുള്ള ഒരുപാട് ഇൻഫോർമേഷൻസും ഒരുപാട് അറിവുകളും ഒരുപാട് ടോക്കുകളും ഒക്കെ നമ്മുടെ മധ്യത്തിലുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാനായിട്ട് വളരെ പ്രയാസപ്പെടും, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലേ? ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുമായിട്ടെല്ലാം നമ്മൾ ഒത്തൊരുമിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ അതിനോട് യോജിച്ച് പോകാനായിട്ട്, അതിനോട് കോംപ്രമൈസ് ചെയ്യാനായിട്ട്, എന്തായാലും ആട്ടെ, ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, അങ്ങനെ അങ്ങ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഡിസൈപ്പിൾഷിപ്പ്, ഇന്ന് നമ്മുടെ റിജോ ഉണ്ടോ അവിടെ? ഉണ്ട്, റിജോ ഉണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഡിസൈപ്പിൾഷിപ്പ് ഇങ്ങനെ റിജോ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നല്ല അറിവാണ് അദ്ദേഹത്തിന്, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുമല്ലേ, കുറച്ച് ഫെയിലിയേഴ്സും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അതിലൊക്കെ ഇങ്ങനെ വീണോണ്ടേയിരിക്കും, പിന്നെ എഴുന്നേറ്റുകൊണ്ടേയിരിക്കും, വീണോണ്ടേയിരിക്കും, പിന്നെ എഴുന്നേറ്റുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു സ്റ്റാൻഡ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നുവെച്ചാൽ വളരെ പ്രാക്ടിക്കലായിട്ടാണ് പറഞ്ഞത്. ഞാനത് മനസ്സിലാക്കിയപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു ഇഷ്യൂ ആണത് ശരിക്ക്. അപ്പോൾ ഈ കൃപ അപ്പം നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന്. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല ഈ വാക്യം ഇത് ശ്രദ്ധിച്ചു നോക്കിയേ. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? അപ്പൊ അന്നുണ്ടായിരുന്ന ഒരു സാഹചര്യമാണിത്. നമ്മുടെ ഉള്ളിൽ കൃപയുടെ കാലഘട്ടമാണെന്നാണ് നമ്മൾ പറയുന്നത്. കർത്താവായിട്ടുള്ള യേശുക്രിസ്തു കൃപയുടെ കാലഘട്ടമാണ് നമുക്കിപ്പോൾ തന്നിരിക്കുന്നത്. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും, എത്ര പ്രയാസമുള്ള ഒരു വ്യക്തിയാണെങ്കിലും, എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ട്. അതുകൊണ്ട് ആ കൃപയിൽ നമുക്ക് നിൽക്കാനായിട്ട് കഴിയും. പ്രശ്നമൊന്നുമില്ല, ദൈവം നമ്മളെ സഹായിക്കും. നല്ലൊരു ചിന്തയാണ്, നല്ലൊരു തോട്ടാണ്. എല്ലാവരെയും എൻകറേജ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും, എല്ലാവരെയും കർത്താവിലേക്ക് നമുക്ക് നയിക്കാനായിട്ട് കഴിയും. പക്ഷേ അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു തോട്ട് പ്രോസസ്സാണിത്. ഇന്നും ഈ തോട്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന അറിയത്തില്ല, സിംഗപ്പൂരിലുള്ള ഒരു പാസ്റ്ററുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അറിയാമോ? ജോസഫ് പ്രിൻസ്, കറക്റ്റ്. അപ്പോൾ ജോസഫ് പ്രിൻസ് പാസ്റ്റർ നല്ലതാണോ അല്ലയോ അങ്ങനെ ജഡ്ജ് ചെയ്യാനൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്ങുകളിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു തോട്ട് പ്രോസസ് ഇതാണ്: പാപം എത്ര ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല, കൃപ ഉള്ളത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ട് പൊക്കോളും എന്നുള്ളത് ഒരു ടീച്ചിങ് ആണ് അവിടെ കൂടുതലും കൊടുക്കുന്നത്. ഇതിൻ്റെ ആഴം പരിശോധിച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം അവിടെ കിടപ്പുണ്ട്. അതാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൃപ പെരുകണമെന്നുണ്ടെങ്കിൽ പാപം ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലേക്കാണ് വന്നത്, ചിന്തയിലേക്കാണ് വന്നത്. കൂടുതൽ പാപം ചെയ്യുകയാണെങ്കിൽ അവിടെ കൂടുതൽ കൃപ വന്ന് അവനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഏതാ വേണ്ടത്? കൃപയാണോ വേണ്ടത്? കൃപയാ വേണ്ടത് അല്ലേ? അപ്പൊ കൃപ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? എന്നാ പിന്നെ പാപം ചെയ്തേക്കാം. അങ്ങനെ ഒരു പഠനത്തിലേക്ക് വന്നാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇത് വളരെ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നു. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? അതിന് തൊട്ട് മുകളിലുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് മനസ്സിലാകും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരു നാളും അരുത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ ഒരു ചെറിയൊരു ഡിസൈപ്പിൾഷിപ്പ് പ്രോഗ്രാമിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ
ഡിസ്കഷനിലേക്ക് വരും. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാണ്, അല്ലേ റിജോ? വി ക്യാൻ എൻകറേജ് യങ്സ്റ്റേഴ്സ്, അല്ലേ? റിജോ ആദ്യമായിട്ടാണ് പങ്കെടുത്തത്, എങ്കിലും അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു, അല്ലേ? ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. സോ വി വിൽ ടോക്ക് ലോട്ട് ഓഫ് തിങ്സ്. അതുകൊണ്ട് യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞാൻ എല്ലാവരെയും വിളിച്ചായിരുന്നു, അല്ലേ? അശ്വിന്, ഇങ്ങനെ യങ്സ്റ്റേഴ്സ് ഒരുപാട് പേരുണ്ട്, ജോഷുവ, ഇവരെല്ലാം ബിസിയാണ്. എനിക്കൊന്ന് 9:30 ഭയങ്കര തിരക്കാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ്. 9 രാത്രി 9:30 ഭയങ്കര തിരക്കാണ് ആൾക്കാർ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാം, ഞാൻ രാത്രി 9:30 നീട്ടിയതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തെങ്കിലും ഒന്ന് സെറ്റിൽ ഡൗൺ ആകുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴും ഭയങ്കര തിരക്കാണ് നമ്മുടെ ആൾക്കാർ. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. പിന്നെ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവരോ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് അത് പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമയം നിങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് ചേഞ്ച് ചെയ്യാം കേട്ടോ. ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാനൊരു ഫെസിലിറ്റേറ്റർ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ചില പോയിന്റ്സുകൾ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെ കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സമയം അവിടെയുണ്ട് യങ്സ്റ്റേഴ്സിന്. അപ്പോൾ അതുകൊണ്ട് ഇത് മറന്നുകൊണ്ട് ഞാനിത് എന്തുകൊണ്ടാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യങ്സ്റ്റേഴ്സുമായിട്ട് 1-2 പേരുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഇത്തരം വിഷയങ്ങൾ അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒരിക്കലും പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അവരെ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലൊന്നും പറയണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പറയണം, മക്കളെ, നിങ്ങൾ തെറ്റിപ്പോയാലും നിങ്ങൾക്ക് തിരിച്ചു വരാനൊരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. ഇതെല്ലാം നമുക്ക് പറഞ്ഞ് അവരെ നമുക്ക് എൻകറേജ് ചെയ്ത് നമ്മളെ അവരുടെ പാപപ്രവൃത്തികളിൽ നിന്നോ അവരുടെ തെറ്റായ രീതികളിൽ നിന്നോ ഒക്കെ നമുക്ക് ഡെലിവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കണം. ഞാൻ ആ ഒരു പോയിന്റ് അല്ല പറയുന്നത്. പക്ഷേ അവരുടെ തോട്ട് പ്രോസസ്സിൽ എവിടെയെങ്കിലും ഈ ഒരു കാര്യം ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധയോടുകൂടി അവർ പറഞ്ഞു കൊടുക്കണം. മക്കളെ, എപ്പോഴും ഇത് പാപം ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു ലൈസൻസായിട്ടല്ല ദൈവം ഈ കൃപയെ നമ്മുടെ മധ്യത്തിലേക്ക് തന്നത്. ഈ കൃപ എന്ന് പറയുന്നത് വീണു പോകുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, നമ്മൾക്ക് സക്സസ് അല്ല, നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തോന്നുന്ന അവസരങ്ങളിൽ നമുക്കൊരു ഒരു 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 കൈപ്പിടിയായിട്ട് നിൽക്കുന്ന, നമുക്കൊരു ഒരു ഒരു തുരുമ്പായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മധ്യത്തിൽ ഈ കൃപ എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്, സംശയമില്ല. ആ കൃപയെ നമ്മൾ ഒരിക്കലും ഷോർട്ടായിട്ട് കാണരുത് എന്നുള്ള കാര്യം നമ്മളത് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം. നമുക്ക് ഇന്നത്തെ സ്ക്രിപ്ചർ നമുക്ക് ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ 6:16 6:16 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് പറഞ്ഞു. വളരെ ബൃഹത്തായിട്ടൊരു മെസ്സേജാണ്. അത് ഏറ്റവും ഷോർട്ടായിട്ട് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ പലരും അവിടെ ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാരായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ 6-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെയും എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ ആ കാര്യവുമായിട്ട് നിങ്ങളൊന്ന് ഓർത്തുകൊണ്ടാൽ മതി. പിന്നെയും പിന്നെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിത രീതിയാണോ, ജീവിത ശൈലിയാണോ നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. പിന്നെയും പിന്നെയും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യഹൂദ ജനത്തിൻ്റെ മേൽ ദൈവത്തിന് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ദൈവം എന്തുകൊണ്ടാണ് ഇപ്രകാരം അവരെ ബുദ്ധിമുട്ടിലാക്കിയത് എന്നുള്ളതിൻ്റെ ഒരു ആൻസറാണ് നമ്മളിവിടെ കാണുന്നത്. ഇസ്രായേൽ മക്കൾ നിലവിളിക്കാൻ തുടങ്ങി. അതിൻ്റെ 6-ാമത്തെ വാക്യം അങ്ങനെയാണ് പറയുന്നത്: മിദ്യാനിൽ ഇസ്രായേൽ
മിദ്യാനരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, യഹോവയായിട്ടുള്ള ഞാൻ നിങ്ങളുടെ ദൈവം ആകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുത് എന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു, നിങ്ങളോ എൻ്റെ വാക്ക് കേട്ടില്ല. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ യഹൂദ മക്കളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളോ എൻ്റെ വാക്ക് കേട്ടില്ല. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെളിപ്പെടുത്തപ്പെട്ടതായിട്ടുള്ള ഒരുപാട് സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാൻ ദൈവഹിതത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു പോയിന്റ് നമ്മൾ സംസാരിച്ചത്, ഒബേ വാട്ട് ഓൾറെഡി നോ ടു ബി ഗോഡ്സ് വിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വില്ലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ എന്താ നടക്കാത്തത്, ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ എന്താണ് പ്രായോഗിക തലത്തിലേക്ക് വരാത്തത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തത് ഇതാണ്. ദൈവം ഓൾറെഡി നമുക്കെല്ലാവർക്കും ദൈവം വെളിപ്പെടുത്തിയതായിട്ടുള്ള ഒരുപാട് സത്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്, ഇല്ലേ? ദൈവം നമുക്ക് ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഈ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് അതിനോടുള്ള പ്രതികരണം, റെസ്പോൺസ് എങ്ങനെയാണ്? ഇതാണ് ഏറ്റവും പ്രാധാന്യം. അപ്പോൾ വെളിപ്പെടുത്തിയ സത്യങ്ങളിൽ നമ്മൾ എങ്ങനെ നടക്കുന്നു, ഈ വെളിപ്പെടുത്തിയ സത്യങ്ങളിൽ നമ്മൾ എങ്ങനെ നടക്കുന്നു എന്നത് വളരെ പ്രാധാന്യമുണ്ട്. കാരണം എന്താണ്? ഇനി വെളിപ്പെടുത്താത്ത സത്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് ബോധറേഷൻ ഉള്ളത്. ശരിയാണോ? വെളിപ്പെടുത്താത്ത സത്യങ്ങളിലാണ് നമ്മൾ എപ്പോഴും കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ളൊരു വാറുണ്ടായി. ഏതാണ്ട് 2 വർഷമായിട്ട് ആ വാറ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെയും ഉക്രൈൻ്റെയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയ സമയം മുതൽ കുറച്ച് പ്രവാചകന്മാരും കുറച്ച് ദൈവ വചനം ഷെയർ ചെയ്യുന്നവരും ഒക്കെ ഉടനെ തന്നെ മാർക്കറ്റിലിറങ്ങി. എന്തിനാണ്? ദേ വരുന്നു 3-ാം ലോക മഹായുദ്ധം. ആ മാർക്കറ്റ് വളരെയധികം കൊഴുത്തു. ഒരുപാട് പേര് യൂട്യൂബ് കണ്ടു, ഒരുപാട് പേര് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കണ്ടു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് നാളെ കർത്താവ് വരാൻ പോവാന്ന് വരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇസ്രായേലും മറ്റേ ആരൊക്കെയാണ്, പാലസ്തീൻകാരും തമ്മിലുള്ള യുദ്ധം, ഹമാസുകാരും ഒക്കെ തമ്മിലുള്ള യുദ്ധങ്ങൾ തുടങ്ങി. ഇങ്ങനെ അതായി പിന്നെ അടുത്ത സബ്ജക്റ്റ്. ഇപ്പം ഇസ്രായേൽ ആകപ്പാടെ പ്രശ്നം ഉണ്ടാക്കാൻ പോവാണ്, ഹമാസുകാർ ഇപ്പം പ്രശ്നം ഉണ്ടാക്കാൻ പോവാണ്, പാലസ്തീൻകാർ ഇപ്പം എല്ലാവരും കൂടെ കൂടി വരാൻ പോവാണ്. ആകപ്പാടെ പ്രശ്നം. 3-ാം ലോക മഹായുദ്ധമാണ്. ഇത് ഇപ്പോൾ ഉടനെ തന്നെ കർത്താവ് വെളിപ്പെടാൻ പോവുകയാണ്. കർത്താവ് വെളിപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. യുദ്ധശ്രുതികളെക്കുറിച്ച് നമ്മൾ കേൾക്കുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം. പല കാര്യങ്ങളും എല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും വീർപ്പിച്ച് കെട്ടി ഇതൊന്നും കാര്യങ്ങളെ പറഞ്ഞ് അങ്ങനെ ആ രീതിയിലൊന്നും ആക്കേണ്ട കാര്യമൊന്നും ഇതിനകത്തില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം വെളിപ്പെടുത്തിയതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളിപാട് പുസ്തകത്തിൻ്റെ പഠനമാണ്. കർത്താവ് എവിടെയാണ് വരണത്? കർത്താവ് ഇസ്രായേലിൻ്റെ മേഘത്തിലാണോ വരുന്നത്, അതോ കാക്കനാട് മേഘത്തിലാണോ വരുന്നത്, അതോ എറണാകുളം മേഘത്തിലാണോ വരുന്നത്? ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റുമോ? ഇനി അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ വരാൻ പോകുന്ന സത്യങ്ങൾ വെളിപ്പെടുത്താതെ കുറച്ച് ഗുപ്തമായി വച്ചിരിക്കുന്ന ബൈബിളിലെ ചില കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള കൺസേൺ, ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ്, വിശ്വാസികൾ എടുക്കപ്പെടുവോ, വിശ്വാസികൾ പോകുമോ? ബ്രദറൻസും പെന്തക്കോസ്തുകാരും തമ്മിലുള്ള അടി, അതങ്ങനെ. സഭകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ദൈവം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ എങ്ങനെ എനിക്ക് ജീവിക്കാം, എങ്ങനെ എനിക്ക് നല്ല രീതിയിൽ ക്രിസ്തീയ വിശ്വാസത്തെ കൊണ്ടു നടക്കാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് നമ്മൾ എവിടെയാണ് സമയം കണ്ടെത്തിയിരിക്കുന്നത്?
എവിടെയാണ് നമ്മൾ ക്വയറ്റ് ടൈം എടുത്ത്, ശാന്ത നിമിഷങ്ങൾ എടുത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവേ എന്നെക്കുറിച്ചുള്ള ഇന്നത്തെ പ്ലാൻ എന്താണ് കർത്താവേ എന്ന് ചിന്തിക്കുന്നത്? ഇന്ന് സൺഡേ മോർണിംഗിൽ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചിന്തിച്ചു? ഇന്ന് കർത്താവേ, ഇന്ന് ഞാൻ ആരെയൊക്കെ കാണും? ഇന്ന് ഞാൻ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇന്ന് ഞാൻ ആരോടാണ് സുവിശേഷം പറയേണ്ടത്? ഇന്ന് കർത്താവേ എൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് അങ്ങ് നടത്താൻ പോകുന്നത് എന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളവർ എത്ര പേരുണ്ട് എൻ്റെ മധ്യത്തിൽ? അതാ ചിന്തിക്കേണ്ടത് പ്രിയമുള്ളവരെ. ടുഡേ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ടുമോറോ ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അത് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചിട്ട് സമാധാനമായിട്ട് അങ്ങോട്ട് ഇരിക്കുക. നമ്മൾ അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ദൈവം വെളിപ്പെടുത്തിയതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും എന്നെ അല്ലാതെ ഒരു ആളെയും ഒരു ദൈവത്തെയും ഭജിക്കരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. ദൈവം പറഞ്ഞ ഒരു സത്യമാണ്, ദൈവം വെളിപ്പെടുത്തിയ ഒരു സത്യമാണ്. ഈ സത്യത്തിന് വിരുദ്ധമായിട്ട് ഇസ്രായേൽ മക്കൾ പോയപ്പോൾ ദൈവത്തിന്റെ പദ്ധതി അവിടെ ഇട്ടു. മിദ്യാന്യരെ കൊണ്ടുവന്നു. മിദ്യാന്യരാൽ ഇസ്രായേൽ മക്കള് വളരെ ക്ഷയിച്ച അവസ്ഥയിലേക്ക് പോയി. അതാണ് ഈ സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ഇതൊക്കെയാണെങ്കിലും ഇനി നമ്മുടെ ജീവിതത്തോട് നമുക്ക് സംസാരിക്കാം. നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു, നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും ദൈവം വെളിപ്പെടുത്തിയ വചനത്തിലും നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കുടുംബ ജീവിതങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള സമീപനം, നമ്മുടെ സഭാ ജീവിതത്തിലുള്ള സമീപനം, മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനം, ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടോ? ഇനി അവിടെയൊക്കെ നമുക്കൊരു ഫെയിലിയർ ഉണ്ടെങ്കിലും കർത്താവ് പറയാണ്, ഞാൻ ഇൻ്റർവീൻ ചെയ്യാൻ പോവാം. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇൻ്റർവീൻ ചെയ്യാൻ പോവാം. ഞാൻ ഇൻ്റർവീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇടപെടാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ കർത്താവ്. 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കിടക്കാം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ, ശ്രദ്ധിച്ചോണം, ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്രനായിട്ടുള്ള യോവാശിന്റെ കരുവേലകത്തിന്റെ കീഴെ ഇരുന്ന് അവന്റെ മകനായിട്ടുള്ള ഗിദെയോൻ കോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുന്തിരിച്ചക്കിനരികെ വച്ച് മെതിക്കുകയായിരുന്നു. സ്തോത്രം. അത്രമാത്രം പ്രശ്നമാണ് അവിടെ. മിദ്യാന്യർ എന്ത് കണ്ടാലും നശിപ്പിക്കും ഇസ്രായേൽ മക്കളുടെ. ഇന്നും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഈ ഇസ്രായേൽ മക്കൾ ഒരു വേറിട്ട ജാതി ആയതുകൊണ്ടാണ് ഇവരോട് ഇത്രമാത്രം പിണക്കം. അവരെന്ത് ഉപദ്രവമാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അവർ ജനങ്ങളെ എന്ത് ഉപദ്രവമാണ് ചെയ്തിരിക്കുന്നത്? ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അത് തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഗിദെയോൻ എന്ന് പറയുന്ന പരാക്രമശാലിയായിട്ടുള്ള വ്യക്തി ഇപ്പോൾ മുന്തിരിച്ചക്കിന്റെ അടുത്ത് വച്ചിട്ട്, മുന്തിരിയല്ല ചക്കിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പൊ അവിടെ അതിന്റെ അടുത്ത് വെച്ചിട്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗോതമ്പാണ് അവിടെ പാറ്റിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അതാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് താഴോട്ട് നോക്കിയാട്ടെ, അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിയാട്ടെ. അവിടെ നമ്മൾ എന്ത് കാണുന്നു? യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായിട്ട്, അല്ലയോ പരാക്രമശാലി, യഹോവയ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഏത് തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിക്കോട്ടെ, ഏതൊക്കെ രീതിയിലുള്ള ജീവിതത്തിൻ്റെ രീതികളിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, ദൈവത്തിന് ഒരു ഇൻ്റർവെൻഷൻ ഉണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു ഇൻ്റർവെൻഷൻ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു ഇടപെടലുണ്ട്. സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ ജനമാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനമായിട്ട് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന് ഒരു പ്രകാശനം തരാനുണ്ട്. ഇവിടെ കാണുന്നത് അതാണ്. ദൈവത്തിൻ്റെ പ്രകാശനത്തിലേക്ക് ഗിദെയോനെ കൊണ്ടുവരികയാണ്. ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ നടത്തുവാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ,
ദൈവം എവിടെ വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരുപക്ഷെ ഒളിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഗിദെയോനെ പോലെ വളരെ പരാക്രമശാലിയാണ്, എന്തും ചെയ്യുവാനുള്ള മനസ്സുണ്ട്, ആരോഗ്യമുണ്ട്. പക്ഷെ എങ്കിലും ഒളിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതം അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പലപ്പോഴും ഒളിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയുണ്ട്. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ വരുമ്പോൾ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുമോ എന്നുള്ള പേടിയാൽ ഒളിച്ച് ജീവിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. ചിലരുടെ ജീവിതത്തിൽ ജോലി നല്ലത് ലഭിക്കാതെ വരുമ്പോൾ, ചിലരുടെ ജീവിതത്തിൽ വിവാഹം തക്ക സമയത്ത് നടക്കാതെ വരുമ്പോൾ, ചിലരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയിലായിരുന്നു, പക്ഷെ പെട്ടെന്ന് അങ്ങ് താഴെ പോയി, എങ്ങനെ വെളിയിലേക്ക് വരും, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന അവസ്ഥകൾ ചിലരുടെ ജീവിതത്തിലുണ്ട്. ഇങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലകളിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ കാര്യങ്ങൾ മതി അവരവരുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട്. ശരിയല്ലേ? ഇങ്ങനെ ഒളിച്ചോടുന്ന ജീവിതത്തിലേക്ക് ദൈവം ഇന്റർവീൻ ചെയ്യും. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ? ദൈവത്തിന് ചില പദ്ധതികൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുണ്ട്. ഞാൻ പറയട്ടെ, ഈ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. നമുക്കറിയാം, ഗലീല കടലിൻ്റെ ഇടുക്കിലൂടെ കർത്താവ് നടന്നു പോകുമ്പോൾ പത്രോസിൻ്റെ ബ്രദർ ആൻഡ്രൂ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. ദൈവം അവരോട് പറഞ്ഞു, ഈ മീനും വലയൊക്കെ അവിടെ ഇട്ടിട്ട് നിങ്ങൾ എൻ്റെ കൂടെ പോന്നോളാൻ പറഞ്ഞു. ഒരു ചോയ്സ്, ഒരു കോള്. അവരെന്താ മറുപടി പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാവോ? അവർ പറഞ്ഞ മറ്റൊന്നുമല്ല, അവരൊന്നും പറഞ്ഞില്ല. അവർ ആ വലയെല്ലാം അവിടെ ഇട്ടിട്ട് കർത്താവിൻ്റെ കൂടെ പോയി എന്നുള്ളതാണ്. തക്കതായിട്ടുള്ളൊരു സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ സമയത്ത് ദൈവം നിങ്ങൾ എത്ര ഒളിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വരും. സങ്കീർത്തനം 139 നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ? സങ്കീർത്തനം 139 എനിക്ക് തോന്നുന്നു 11-12 വാക്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ? ചിലർ ദൈവത്തെ ഭയപ്പെട്ടിട്ട് ഓടി ഒളിച്ചിരിക്കുക. എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? സമുദ്രത്തിന്റെ അടിയിൽ പോയി ഒളിക്കാൻ പോയിട്ടുണ്ട് ചിലരങ്ങ് മുകളിലേക്ക് പോയി ഒളിക്കാന്ന് വിചാരിച്ചു, വേറെ എവിടെയെങ്കിലുമൊക്കെ ഒളിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ദൈവം എന്താ പറഞ്ഞതെന്നറിയോ? എവിടെ ഒളിച്ചാലും ഞാൻ നിന്റെ അടുത്തേക്ക് വരും. സ്തോത്രം. ഹല്ലേലൂയ. അത് നമ്മൾ ശ്രദ്ധിച്ചോണം. നമ്മുടെ ജീവിതത്തിൽ ഇന്റർവീൻ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൻ്റെ ശബ്ദം, അവൻ്റെ ദൂതന്മാരുടെ പ്രകാശനം, അവൻ അയക്കുന്ന ശ്രേഷ്ഠനായിട്ടുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളെ പ്രകോപിച്ചെന്നിരിക്കും, ചിലപ്പോൾ നിങ്ങളെ ഉത്തേജിപ്പിച്ചെന്നിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഉണർത്തിയെന്നിരിക്കും, ചിലപ്പോൾ. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാവിലെ? ദൈവം ഇടപെടാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ? സ്തോത്രം. ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇടപെടാൻ ഇനി ഒരു പ്രത്യേക സമയമൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിലും ദൈവം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ശ്രമിച്ചാൽ മതി, നമ്മളൊന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ മതി. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട്. സ്തോത്രം. നമ്മൾ താഴോട്ട് പോവുകയാണ്. അവിടെ കാണുകയാണ്, അവിടെ എന്താ വായിക്കുന്നത്? ഇനി അടുത്ത വാക്യത്തിൽ എന്ത് വായിക്കുന്നു? സ്തോത്രം. അടുത്തതിലേക്ക് പോകാം മോനെ. 6-ാമത്തെ അധ്യായം, ജഡ്ജസ് 6-ാമത്തെ അധ്യായം, അതിൻ്റെ 12-ാമത്തെ വാക്യം, അതിലേക്ക് നമുക്ക് പോകാം. ദൈവം ഗിദെയോന്റെ മുമ്പിൽ പ്രത്യക്ഷനായി. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. എന്നിട്ട് പറയാണ്, അല്ലയോ പരാക്രമശാലി. നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുകയാണ്, കർത്താവേ എനിക്ക് ഒരു ആരോഗ്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കർത്താവ് വിളിക്കുന്ന വിളി ഇതാണ്, പരാക്രമശാലി. ഗിദെയോൻ പരാക്രമശാലിയാണെന്ന് ദൈവത്തിനറിയാം, ബലവാനാണെന്ന് ദൈവത്തിനറിയാം. അവൻ പറഞ്ഞു കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, നമ്മുടെ ശാരീരിക അവസ്ഥ, നമ്മുടെ സാമ്പത്തിക അവസ്ഥ, നമ്മുടെ ഏതൊരവസ്ഥ ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് പരാക്രമശാലി എന്ന് വിളിച്ചത്.
യഹോവ നിന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം. നിന്നോട് കൂടെ ഉള്ള ഒരു ദൈവത്തെ നമ്മൾ കാണുകയാണ്. വീണ്ടും അതിന്റെ താഴോട്ട് വാക്യം വായിക്കാം. അവിടെ നമ്മൾ പറയാണ്, ഗിദെയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ സംഭവിക്കൂ. യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ പോയി? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ഗിദെയോൻ ഇത് പറയുമ്പോഴും ദൈവത്തിന്റെ വചനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലും 10-ാമത്തെ വാക്യത്തിലും നമ്മൾ വായിച്ചു, എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ മക്കൾ മിദ്യാന്യരാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇത് അറിയാൻ വയ്യാതെ ആണോ ഗിദെയോൻ ചോദിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഗിദെയോന്റെ കുടുംബത്തിൽ തന്നെ എന്തുണ്ട്? വിഗ്രഹങ്ങളുണ്ട്. ഗിദെയോന്റെ കുടുംബത്തിൽ തന്നെ വിഗ്രഹങ്ങൾ വച്ചിരിക്കുക അവര്. അതാണ് നമ്മൾ കാണുന്നത്. താഴോട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഗിദെയോൻ ചോദിക്കുകയാണ്, ദൈവം ഇതൊക്കെയാണ്, നീ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു ദൈവമാണല്ലോ, ചരിത്രത്തിന്റെ ദൈവമാണല്ലോ, പക്ഷെ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എപ്പോഴെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ദൈവം ഇടപെടുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. അതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങൾ അപ്പോഴാണ് ചോദിക്കുന്നത്. എന്നോട്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെയാണ്, പുള്ളി എന്നോടൊരു കാര്യം ഇങ്ങനെ പറയാറുണ്ട്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, നിങ്ങൾക്ക് ചിലർക്കെങ്കിലുമൊക്കെ അറിയാം അദ്ദേഹത്തെ. അപ്പോൾ ഞാൻ ചോദിക്കും, ആളുടെ പേര് പേരിപ്പോൾ ഞാൻ പറയുന്നില്ല, പക്ഷേ എന്തുവാ ഈ ധൈര്യത്തോടു കൂടി സംസാരിക്കാനായിട്ട് നമുക്ക് സാധാരണഗതിയിൽ പറ്റാറില്ലല്ലേ? ഇല്ല പാസ്റ്റർ, അതെ, അല്ല, ഇല്ല അങ്കിൾ, അങ്കിളിനാണ് വിളിക്കുന്നത്. ഇല്ല അങ്കിൾ, ഒരിച്ചിരി അകത്ത് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ധൈര്യത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. അങ്ങനെയുള്ളവരുണ്ടോ? അങ്ങനെ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഇച്ചിരി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി അകത്താക്കിയതിന് ശേഷം സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നേരെ നിൽക്കാനും പറഞ്ഞു നിൽക്കാനും ഒന്നും പറ്റാത്ത ചിലർ ഇച്ചിരി അകത്ത് ചെന്ന് കഴിഞ്ഞാൽ സംസാരിക്കാൻ തുടങ്ങും, അല്ലേ? സ്തോത്രം. ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയോ? ഇവിടെ സംഭവിച്ചത്, ജീവിതത്തിൽ ചില പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളും ഒക്കെ സംഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചത്. ഇതുവരെയൊക്കെ വലിയ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ വലിയ പ്രയാസം നമ്മൾ നേരിട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചില ചോദ്യങ്ങൾ കടന്നു വരും. ആ ചോദ്യങ്ങൾ അത്ര നല്ല ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല. അന്നേരം നമ്മൾ ചോദിക്കുന്നത് എന്ത് ചോദ്യമാണെന്നറിയോ? നീ വലിയ ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ചോദിക്കുന്നത്. ഗിദെയോൻ അതാ ചോദിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെ ദൈവം ഇടപെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ ദൈവത്തോട് നമ്മൾ പ്രതിവാദിക്കാനാണ് കൂടുതലും നമ്മുടെ ഒരു ശ്രമം. തെറ്റൊന്നുമില്ല, തെറ്റ് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രതിവാദിക്കുന്ന ആ ഒരു സ്വഭാവം എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. എന്തുകൊണ്ടാണ് കർത്താവേ ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ ജീവിച്ചത്, ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ നടക്കുന്നത്, പക്ഷെ എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു? ഗിദെയോൻ അത് തന്നെ ചോദിച്ചത്. നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ പോയി? ഇപ്പോ ഈ അത്ഭുതങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ഏതൊരു ഫിലിമിൽ, നിങ്ങളെല്ലാം ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കുന്നത് അല്ലേ? കുഴപ്പമില്ല, നല്ലത് തന്നെ. ഏതൊരു ഫിലിമിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്കതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ പറയാം, പക്ഷെ നിങ്ങൾക്കൊക്കെ ചിലർക്കെങ്കിലും പറയാൻ പറ്റുമായിരിക്കും. മലപ്പുറം കത്തിയും പിന്നെന്താ ബാക്കിയൊന്ന് പൂരിപ്പിക്കേ? അല്ല, മലപ്പുറം കത്തിയും ആമ്പും വെല്ലും മെഷിങ് അതൊക്കെ ഉണ്ട്, ദേ കിടക്കുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ്. ഇപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ചിരിക്കാൻ ശ്രമിക്കുന്നത് നന്നായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തോട് പ്രതിവാദിക്കുന്ന സംഭവം എപ്പോഴുണ്ടാവുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ലെവലിൽ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ, ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ് പതിവ്.
ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ താഴാനായിട്ട് നമുക്ക് പറ്റാറില്ല. ഗിദെയോന്റെ ഈ അനുഭവം നമ്മൾ പഠിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ തന്നെയാണോ എന്നൊന്ന് ചിന്തിക്കണം. ഓക്കെ, വീണ്ടും താഴോട്ട് നമുക്കൊന്ന് വായിക്കാം. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഹല്ലേലൂയ, എന്ത് സംഭവിക്കുന്നു നോക്കിയാട്ടെ. അപ്പോൾ യഹോവ അവനെ നോക്കിയിട്ട്, നിന്റെ ഈ ബലത്തോടെ പോകാം. അവൻ പറഞ്ഞ കാര്യം ഒന്നും ദൈവം വകവച്ചില്ല. സ്തോത്രം. ദൈവം എന്ന് പറയുമ്പോൾ ഇവിടെ ദൂതനാണ്, പക്ഷെ ദൈവത്തിൻ്റെ അതേ സ്റ്റാറ്റസിൽ നിൽക്കുക കേട്ടോ. അത് ശ്രദ്ധിച്ചോണേ. അപ്പൊ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം. സ്തോത്രം. നീ എന്തിനാ ഈ പ്രതിവാദിച്ചുകൊണ്ടിരിക്കുന്നത്? നീ എന്തിനാ ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതുവരെ നിന്റെ ബലം എവിടെയായിരുന്നു? ഇതുവരെ നീ എന്നെ ആശ്രയിച്ചിട്ടുണ്ടോ? സ്തോത്രം. ഒരുപാട് റിസോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് താലന്തുകൾ ഉണ്ടല്ലോ. ഇതുവരെ നീ എന്നെ ആശ്രയിച്ചിട്ടുണ്ടോ? ഇതുവരെ നീ എനിക്ക് വേണ്ടിയിട്ടാണോ പ്രവർത്തിച്ചത്? നിനക്ക് ചോദിക്കാൻ എന്താ അധികാരം? കർത്താവ് അതൊന്നും ചോദിച്ചില്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവത്തിൻ്റെ മനസ്സിലൂടെ ഒരു പക്ഷെ കടന്നു പോയത് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ യഹോവ പറയാണ്, നീ ബലവാനാണല്ലോ, നീ പരാക്രമശാലിയാണല്ലോ, നിന്നെ കുറിച്ചുള്ള ഒരു അവബോധം പോലും നിനക്കില്ലല്ലോ. ഇങ്ങനെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള ഒരു ബോധം തന്നെ നമുക്കില്ല. എന്തുകൊണ്ടാണ്? ദൈവവുമായിട്ടുള്ള ഒരു സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്നെക്കുറിച്ചും നമ്മൾ ഓരോരുത്തരെ കുറിച്ചും നമ്മൾ ആരാണ്, എന്ത് പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഗിദെയോൻ അത് കഴിഞ്ഞില്ല. ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:18 പറഞ്ഞിരിക്കട്ടെ എന്ന് എന്താണെന്നറിയോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്താവാനാണ്? ദൈവം മക്കളാകാൻ അവൻ അധികാരം നൽകി എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് ഇന്നത്തെ പുതിയ നിയമ ചർച്ചുകൾ അല്ലെങ്കിൽ പുതു ചർച്ചുകൾ, നമ്മൾ അതിൽ പെട്ടതൊന്നും അല്ല കേട്ടോ, ശ്രദ്ധിച്ചോണം. ന്യൂ ജനറേഷൻ ചർച്ചിൽ പഠിപ്പിക്കുന്നത് പോലെ ദൈവത്തിന്റെ മക്കളാകൊണ്ട് ഞങ്ങൾ നടക്കേണ്ടത് ബെൻസ് കാറിലായിരിക്കണം എന്നൊന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട. അതൊന്നുമല്ല അതിൻ്റെ റൈറ്റ് മെത്തേഡ്. ദൈവത്തിൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കാനും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാനും ദൈവത്തെ എപ്പോഴും പേര് ചൊല്ലി വിളിക്കാനും അവൻ്റെ സമീപം നിൽക്കാനുമുള്ള ശേഷി എനിക്ക് തന്നിട്ടുണ്ട്. അതാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ? ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് നമ്മളെ നടത്തുന്നുണ്ട്. ഇവിടെ പറയാണ്, നിനക്ക് ബലമുണ്ട്. ഈ ബലം നീ എവിടെ എടുത്തു? പ്രിയമുള്ളവർ, ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ആരാണ് കുറവുള്ളവർ? ഒരു പോസിറ്റീവ് ഇപ്പൊ അനിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. അനിലിങ്ങനെ ഇരിക്കുമ്പോൾ അനിലിന്റെ പോസിറ്റീവ് ഒരു 2 പോസിറ്റീവ് പറയാനായിട്ട് ഷാജി ബ്രദറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാനുണ്ട് അല്ലേ? പറയാനുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പോസിറ്റീവുകൾ ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിലെല്ലാം പോസിറ്റീവുകൾ കിടപ്പുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, കഴിവുകളുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, എവിടെ പോയി ആ ബലം? എവിടെ പോയി ആ കഴിവുകൾ? എവിടെ പോയി ആ താലന്തുകൾ? ഇതാ കർത്താവ് ചോദിക്കുന്നത്. സ്തോത്രം. കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിദ്യാന്യരാൽ പ്രശ്നമായി ഇസ്രായേൽ മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബലമുള്ള ഗിദെയോൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ഈ സമൂഹത്തില് നമ്മളൊരു സഭയായിട്ട് നിൽക്കുമ്പോൾ, നമ്മളൊരു കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മകൻ ആണ്, മകൾ ആണ് എന്നുള്ള അധികാരം നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ നമ്മൾ ഈ ബലം എവിടെ കൊണ്ടുപോയി കളഞ്ഞിരിക്കുകയാണ്? പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മളൊന്ന് ചോദിക്കേണ്ട ഒരു കാര്യമാണല്ലോ. എന്നിട്ട് വീണ്ടും നമുക്ക് മാറ്റിക്കോ, അപ്പം തന്നെ മാറ്റണം കേട്ടോ. നമ്മുടെ പോർഷൻ മാറ്റണേ. ഞാൻ എടുക്കുന്ന വാക്യം എടുക്കുന്നത് നല്ലത് തന്നെ, പക്ഷെ അപ്പം തന്നെ നമ്മുടെ പോർഷനിലേക്ക് പോകണം കേട്ടോ. ഓക്കെ. അപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ താഴോട്ട് നോക്കാം. അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? അല്ല, അതിന് മുമ്പുള്ള വാക്യം യഹോവ അവനെ നോക്കിയിട്ട്, നിന്റെ ഈ ബലത്തോടെ പോകുക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ദൈവം എത്ര ആർദ്രവാനാണെന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വന്ന് സംസാരിക്കുമ്പോൾ ദൈവം പറയുന്ന ഇപ്രകാരമാണ്:
ഒരു ഇൻഡിവിജ്വൽ ആയിട്ടിരിക്കുന്ന ഗിദെയോനെയാണ്, ഒരു കൂട്ടത്തെയാണ് അവിടെ പറയുന്നത്, ഒരു കൂട്ടത്തോടല്ല പറയുന്നത്. ഇസ്രായേൽ മക്കളോട് മൊത്തമായിട്ടല്ല സംസാരിക്കുന്നത്. ഇപ്പോൾ സംസാരിക്കുന്നത് എന്നോടാണ്, നിങ്ങളോട് ഓരോരുത്തരോടുമാണ് ദൈവം ഇന്റർവ്യൂ ചെയ്യുമ്പോൾ സംസാരിക്കുന്നത്. മനസ്സിലാവുണ്ടോ ജോഷുവ? എന്നോട് എൻ്റെ പ്രശ്നത്തിൻ്റെ മേൽ ഇടപെടുന്ന ദൈവത്തെ ഞാൻ കാണുമ്പോൾ ദൈവം എന്നോടാണ് സംസാരിക്കുന്നത്. മകനെ, മകളെ, ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ്. ഞാനല്ലേ അയക്കുന്നത്. ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. വീണ്ടും താഴോട്ട് നോക്കിയാട്ടെ. ഹല്ലേലൂയ. അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? അടുത്ത പ്രശ്നം നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള പ്രശ്നം തന്നെയാണ് ഗിദെയോനുണ്ടായ പ്രശ്നം. വേറൊരു പ്രശ്നമില്ല. മനശ്ശയിൽ എൻ്റെ കുലം എളിയതാണ്, എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മുടെ ലൈഫിലേക്ക് ഇന്റർവ്യൂ ചെയ്ത് വരുമ്പോൾ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻ്റായി പറഞ്ഞിരിക്കുന്നത്. ഗിദെയോനിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുക. ജഡ്ജസിലൂടെ, ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൂടെ ദൈവം നമ്മുടെ സ്റ്റേറ്റിനോട്, നമ്മുടെ ജീവിത രീതിയോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുതന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. എനിക്കങ്ങനെ കഴിയും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ബ്രദറിനോട്, നമ്മുടെ കാക്കനാട് ചർച്ചിൽ ഒരു ബ്രദറിനോട് ഞാൻ പറഞ്ഞു, സങ്കീർത്തനം എങ്ങനെയാണെങ്കിലും എടുത്തിട്ട് സങ്കീർത്തനത്തിൻ്റെ ഒരു ഭാഗം എടുക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ എന്തെങ്കിലും ഒരു ദൂതുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹമൊക്കെ പോയി അങ്ങനെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആഴ്ച ഉണ്ടല്ലോ സമയം, ഒരു 6-ാമത്തെ ദിവസം അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, അത് ബുദ്ധിമുട്ടാണ് കേട്ടോ, അതുകൊണ്ട് ഈ ആഴ്ച ഒന്ന് മാറ്റിയിട്ട് അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോടെ ഒന്ന് കഴിയട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. പറ്റുമോ? എനിക്കത് പറ്റുമോ? എനിക്കിതിന് നടക്കൂ? സഹോദരന്മാർക്ക് പ്രബോധനം പറയാനായിട്ടുള്ള അവസരമുണ്ട്. നമ്മൾ ഓരോരുത്തരും എടുക്കുകയും നമ്മൾ ഓരോരുത്തരും ക്വയറ്റ് ടൈം എടുക്കുകയും നമ്മൾ ഓരോരുത്തരും ദൈവവുമായിട്ട് ഡിവോഷനിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന ഭാഗം ഇവിടെ മുന്നോട്ട് കടന്നു വന്ന് എന്നോട് കർത്താവ് സംസാരിച്ച ഭാഗം ഇതാണ് എന്ന് പറയുന്നതിൽ എന്ത് ബലക്കുറവാണ് നമുക്കുള്ളത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്ത് ബലക്കുറവാണ് നമുക്കുള്ളത്? എന്താണ് നമ്മുടെ പ്രശ്നമെന്നൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. ശുശ്രൂഷയുടെ മധ്യത്തിൽ നമുക്ക് എന്താണ് പ്രശ്നമുള്ളത്? എന്തുകൊണ്ടാണ് ഒരാളോട് സുവിശേഷം പറയുന്നതിൽ നമ്മൾ ഫെയിലർ ആകുന്നത്? കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കാനാ കർത്താവേ? നീ എന്തോന്നായി പറയുന്നത്? മനശ്ശയിലാണെങ്കിൽ എൻ്റെ കുലം ഇളയതാണ്, അത്ര വലിയ ഇതൊന്നും വലിപ്പമൊന്നുമില്ല. എൻ്റെ കുടുംബത്തിൽ വെച്ചാണെങ്കിൽ ഞാൻ ഏറ്റവും ചെറിയൊരാളുമാണ്. നടക്കുന്ന കാര്യമല്ല. വേറെ വല്ലവരോടും ഒക്കെ പറയാമെങ്കിൽ അതായിരിക്കും നല്ലത്. വല്ല നവീനോടോ അല്ലെങ്കിൽ വേറെ ആരുടെയും ഒക്കെ പറയാമെങ്കിൽ കാര്യം നടക്കും. നമ്മൾ അങ്ങനെയാണോ? നമ്മുടെ ജീവിതത്തിൻ്റെ രീതി അങ്ങനെയാണോ? ദൈവം നമ്മളോട് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ, ദൈവം നമ്മളോട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ, ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആൻസറുകൾ എങ്ങനെയാണ്? താഴ്ത്തു വാ, ചോദിക്കുകയാണ് നിങ്ങളോട്. യഹോവ അവനോട് വീണ്ടും പറയാണ്, വീണ്ടും സംസാരിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഒന്നോട് ഉറപ്പ് വരിക. കർത്താവ് പറഞ്ഞു, ഞാനല്ലോ നിന്നെ അയക്കുന്നത്. സ്തോത്രം. കർത്താവ് അയച്ചിരിക്കുക, കർത്താവ് വിളിച്ചിരിക്കുക. അനിലിനെ ദൈവം വിളിച്ചിട്ടുണ്ട്. ഉറപ്പാ, ആ ഉറപ്പുണ്ട്. പക്ഷെ പിന്നെ നമ്മുടെ സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പക്ഷെ എങ്ങനെ സംസാരിക്കും? എങ്ങനെയാണ് ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് പറ്റുന്നത്? എനിക്ക് തന്നിരിക്കുന്ന താലന്ത് ഇതാണ്. ആ താലന്തിൽ ഞാൻ എങ്ങനെ ശോഭിക്കാനായിട്ട് എനിക്ക് കഴിയും? കർത്താവ് പറയാണ്, നീ യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നിന്റെ പ്രശ്നം ഇനി ഞാൻ നിന്നോട് കൂടെ ഇല്ല, ഞാൻ മാറി നിന്നിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ അയക്കും എന്നാണല്ലോ മുമ്പ് പറഞ്ഞത്.
ഞാൻ അയക്കുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാനങ്ങ് പോകുന്നു, ഞാനിവിടെ നിൽക്കുന്നു, അല്ല നീ അങ്ങ് പോകുന്നു, ഞാനിവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് നീ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ യഹോവ പറയാണ് ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം നമ്മൾ പോകുന്ന സ്ഥലത്ത്, ദൈവം നമ്മൾ പ്ലാൻ ചെയ്യുന്ന, പദ്ധതിയിടുന്ന സ്ഥലത്ത് നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ്. ഒരു അഫെക്ഷനുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ശ്രദ്ധിച്ചോണം, നമ്മൾ ജീവിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നീ മിദ്യാന്യരെ, ശ്രദ്ധിച്ചോണേ, അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. അതെന്താ അങ്ങനെ പറയാൻ കാര്യം എന്നറിയോ? ഈ ഗിദെയോനോട് കൂടെ ദൈവം ചിലരെ സെലക്ട് ചെയ്യുന്നുണ്ട്, ഇല്ലാന്നില്ല. ദൈവം ചിലരെ സെലക്ട് ചെയ്യുന്നുണ്ട്, പിന്നീട് താഴ്ത്തു വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്തെന്നറിയോ? ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ ദൈവം മാത്രമാണ് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് എല്ലാ ഗ്ലോറിയും മഹത്വവും നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഹീസ് എ ജലസ് ഗോഡ് എന്നാണ് നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ജലസ് ഗോഡ് എന്ന് പറയുന്ന പോലെ ജലസ് ഗോഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. ജോസഫെങ്കില് ഞങ്ങൾ തമ്മിൽ ഒരു ഡിസ്കഷൻ ഉണ്ട് ഈ വിഷയത്തിൽ. എന്തുകൊണ്ട് ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യണം? ദൈവം ഗ്ലോറിയാണല്ലോ. വി ഹാവ് ടു ഗ്ലോറിഫൈ ഹിം. കാരണം ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തിയിലും നിങ്ങൾ ശ്രദ്ധിച്ചോണം, വേറൊരാൾക്ക് അതിനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. നമ്മളെ ഉപയോഗിക്കുന്നത് ദൈവമാണ്. ദൈവത്താൽ നമ്മളെ ഉപയോഗിച്ച് കാര്യങ്ങളെ നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ശ്രദ്ധിച്ചോണം, ഗ്ലോറി ആർക്കാ? നമുക്കല്ല, ദൈവത്തിന് തന്നെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഞാൻ നിന്നോട് കൂടെയാണ് ഇരിക്കുന്നത്. താഴോട്ട് വായിക്കാം, വീണ്ടും നമുക്ക് നോക്കാം. ഹല്ലേലൂയ. അതിനവൻ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിന് ഒരു അടയാളം കാണിച്ചു തരണമേ. ശരിയാണോ? ഇത് തന്നെയല്ലേ മനുഷ്യന്റെ സ്വഭാവം? ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് നമ്മളോട് കാര്യങ്ങളെ പറഞ്ഞാലും ശരി, നമ്മൾ പറയും അതൊക്കെ ശരിയാ ദൈവമേ, എന്നാലും ഒന്നോടൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ കാര്യവും കൂടെ ഒന്ന് കാണിച്ചു തന്നാൽ നല്ലതായിരിക്കും. ശരി, സീനിരുന്ന് ചിരിക്കുക കേട്ടോ, എന്തോ കാര്യമുണ്ട്. നമ്മുടെ ശരിയായ സ്വഭാവം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ശരിയാണോ? നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ ചെയ്യാൻ ദൈവം നമ്മളെ പ്രേരിപ്പിച്ചു, അത് നടക്കുവാനായിട്ട് പോകുന്നു, അത് നടത്താനായിട്ട് ദൈവം നമ്മൾക്ക് ഒരു എൻകറേജ്മെൻറ്റ് തന്നു, നമ്മളത് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ചെയ്യാൻ തുടങ്ങാൻ നേരത്തും നമുക്കൊരു സംശയമാണ്, ദൈവം എന്നോട് കൂടെ ഉണ്ടോ? ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഈ കാര്യവും കൂടെ അങ്ങ് ചെയ്തു തന്നാൽ നന്നായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ ഒരു കോയിൻ എടുക്കും. ഇതിൻ്റെ ഹെഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വില്ലാണ്. ടെയിലാണെങ്കിൽ ഇച്ചിരി പ്രശ്നമാണ്. ഇതൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. പിന്നെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ എടുക്കും. ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് കർത്താവേ സ്തോത്രം, നിന്റെ ബില്ലാണ്, നീ അത് കറക്റ്റ് ഒരു വാക്യം തരണമെന്ന് ഒരു തുറക്കൽ തുടങ്ങും. അപ്പം അവിടെ ആയിരിക്കും ചിലപ്പം യൂത കെട്ടി തൂങ്ങി ചത്തു എന്നൊക്കെ ചിലപ്പോൾ വായിക്കുന്നത്. അന്നേരം ആയിരിക്കും ആകെ പ്രശ്നം. അപ്പം ഇതെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് പിന്നെയും നമ്മൾ ബൈബിളിലേക്ക് നോക്കി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും അല്ല ഇതിൻ്റെ കാര്യം. ദൈവം എന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ അയക്കുന്നു. ഉറപ്പില്ല, ശരി. അപ്പോഴും ചോദിക്കുന്ന ചോദ്യത്തിന് ദൈവം ആൻസർ കൊടുത്തു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ടും ഗിദെയോന് വിശ്വാസം വരുന്നില്ല. അപ്പോ ദൈവം ക്ഷമിക്കുന്ന ഒരു ദൈവമാട്ടോ. സങ്കീർത്തനം മുഴുവൻ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. ദൈവത്തിന്റെ ക്ഷമ എത്രത്തോളം ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? ആകാശത്തോളോ അല്ലേ, അതിനേക്കാളും മീതെയൊക്കെ ദൈവത്തിന്റെ ക്ഷമയുണ്ട്. ദൈവത്തിന്റെ ദീർഘക്ഷമയുണ്ട്. അതുകൊണ്ട് ദൈവം ഒരടയാളം കാണിച്ചു തരാൻ പറഞ്ഞപ്പോഴും ദൈവം ക്ഷമിച്ചു. ദൈവം എന്താ ചെയ്തെന്ന് നോക്കി, താഴോട്ട് നോക്ക്, വായിക്കാം. ഈ ഭാഗമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, എന്നാലും ഞാൻ
ചില തോട്ട് പ്രോസസ് നിങ്ങളുടെ ഉള്ളിലേക്ക് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പോയി എൻ്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ വെക്കുവോളം ഇവിടെ നിന്ന് പോകരുതെന്ന് അവനോട് പറഞ്ഞു. നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാമെന്ന് അവൻ അരുളി ചെയ്തു. വായിച്ചോളൂ. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു നോക്കാം. ഓക്കെ, മുന്നോട്ട് പോകട്ടെ. അങ്ങനെ ഗിദെയോൻ ചെന്നൊരു കോലാട്ടിൻ കുട്ടിയെയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒരുക്കി മാംസം ഒരു കൊട്ടയിൽ വെച്ച് ചാറ് ഒരു കിണ്ണത്തിൽ പകർന്ന് കരുവേലകത്തിൻ്റെ കീഴെ കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വച്ചു. എന്താ സംഭവിക്കുന്നത് നോക്കിയാട്ടെ, മുന്നോട്ട് പോട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവനോട് മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വച്ച് ചാറ് അതിന്മേൽ ഒഴിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. ഓക്കെ, പിന്നെന്ത് സംഭവിച്ചു? യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ കണ്ണിന് മറഞ്ഞു. സ്തോത്രം. അടയാളമല്ലേ ചോദിച്ചത്? എന്നാ പിടിച്ചോ, അടയാളം എന്തേ പിടിച്ചു. സ്തോത്രം. ഈ അടയാളം കിട്ടിയിട്ടും ഇനി വല്ല പ്രശ്നമുണ്ടോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാടെ, അടയാളം ഒക്കെ കിട്ടി എന്നിട്ടും വല്ല പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അവിടുത്തെ ഒരു ചെറിയൊരു പ്രശ്നം വന്നു. അവൻ യഹോവയുടെ ദൂതൻ എന്ന് ഗിദെയോൻ കണ്ടപ്പോൾ അപ്പോഴാണ് ഗിദെയോന് ബോധ്യമായത് ഇത് യഹോവയുടെ ദൂതനാണ്. യഹോവയുടെ ദൂതൻ എന്ന് പറഞ്ഞാൽ യഹോവ തന്നെയാണ്, ദൈവമാണ്. അപ്പൊ അവിടെ ഒരു ചൊല്ലുണ്ട്, എന്താണെന്നറിയോ? ദൈവത്തെ കണ്ടാൽ ആകെ പ്രശ്നമാണ്. അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങി. എന്താ പ്രശ്നം? ദഹിച്ചു പോവും. അതാണ് അവിടുത്തെ ഒരു വിശ്വാസം. അപ്പോൾ നോക്കിയേ, മുന്നോട്ട് പോയി. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയേ, ദൈവം എന്താ പറയുന്നത് നോക്കിയേ. അടുത്ത വാക്യം, യഹോവ അവനോട് നിനക്ക് സമാധാനം, പേടിക്കണ്ട, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്തു. ദൈവത്തെ ആരെങ്കിലും കണ്ടാൽ മരിച്ചു പോകും എന്നുള്ളതാണ് ചൊല്ല്. അതുകൊണ്ടാണ് മോശയുടെ ജീവിതത്തിൽ പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടത്. ദൈവത്തെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് മോശ ചോദിച്ചു. വളരെ സിൻസിയർ ആയിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് ആൻസർ ദൈവം കൊടുത്തു. എന്താണെന്നറിയോ? ഞാൻ കടന്നു പോകും, നിന്നെ ഞാനൊരു പാറയുടെ ഇടുക്കിൽ ഒളിപ്പിച്ചു വെക്കും, നിനക്കെൻ്റെ പുറം ഭാഗം കാണാനായിട്ട് കഴിയും എന്നാണ് ദൈവം പറഞ്ഞത്. സ്തോത്രം. അങ്ങനെ യഹോവയെ ആ മോശ കണ്ടതായിട്ട് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ സാധിക്കുന്ന ഒരു ദൈവമാണ്. ശ്രദ്ധിച്ചോണം, ദൈവം ദീർഘക്ഷമയുള്ള ഒരു ദൈവമാണ്. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശ്യം നടക്കണം. ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് ഈ വ്യക്തിയെ ദൈവത്തിന് ഉപയോഗിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ പർപ്പസ്, അൾട്ടിമേറ്റ് പ്ലാൻ. അതാണ്. ഗിദെയോൻ എന്ത് രീതിയിലുള്ള സംഭാഷണങ്ങൾ ചെയ്താലും, ഏത് രീതിയിലുള്ള എതിർപ്പ് പറഞ്ഞാലും ദൈവം വിടാതെ അവനെ പിന്തുടർന്നതിൻ്റെ ഒരൊറ്റ റീസൺ എന്ന് പറയുന്നതാണ്, ദൈവത്തിന് ഇസ്രായേൽ മക്കളെ വേണം, ദൈവത്തിനൊരു റിട്ടേൺ വേണം, ദൈവത്തിന് എന്നെയും നിങ്ങളെയും ആവശ്യമുണ്ട്, നമ്മൾ ഓരോരുത്തരും ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരണം, ദൈവത്തിൻ്റെ അഫെക്ഷൻ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ഓരോരുത്തരും രുചിച്ചറിയണം. അതിനുവേണ്ടി ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നത്. സ്തോത്രം. അവന് വല്ല ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കോലാട്ടിൻ ഒരു കുട്ടിയെ കൊന്ന് അറുത്ത് മാംസം ഉണ്ടാക്കി, അപ്പമുണ്ടാക്കി, അത് കൊണ്ടുവന്ന് ചാറുണ്ടാക്കി, അത് അദ്ദേഹത്തിന് മുമ്പിൽ വയ്ക്കുന്ന സമയം വരെ വെയിറ്റ് ചെയ്ത ഒരു ദൈവത്തെ നമ്മൾ കാണുന്നത്. അതിനുശേഷം അവൻ്റെ സംശയത്തിൻ്റെ ദൂരീകരണം സംഭവിക്കുവാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ അത് ചെയ്തു. ആ അത്ഭുതത്തെ കാണിച്ചു കൊടുത്തു. പേടിച്ചു പോയ ഗിദെയോനോട് ദൈവം പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം. നീ പേടിക്കണ്ട, നീ മരിക്കൊന്നുമില്ല, നിന്നോട് കൂടെ ഉണ്ട്. കാരണം എന്താണ്? എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. അൾട്ടിമേറ്റ്ലി ഞാൻ നിങ്ങളോട് പറയുക, ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളൊരു പക്ഷെ ചിന്തിച്ചേക്കാം, എന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, എന്നെ കൊണ്ട് ഇതൊക്കെ നടക്കൂ. ഈ ലോകത്തെ കീഴ്മേൽ മറിച്ചത് 12 ശിഷ്യന്മാരെ കൊണ്ടാണെങ്കിൽ നമ്മൾ ഇത്രയും പേര് ശിഷ്യഗണം ഇവിടെ ഇരിക്കുവാണ്. ഈ സിറ്റിയെ കീഴ്മേൽ മറിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം പ്രിയമുള്ളവരെ. സ്തോത്രം. നമ്മൾ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതമേറിയ ഒരു കരം നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ. മനുഷ്യരുടെ വീക്ക്നെസ്സിൽ പോലും, ബലഹീനതകളിൽ പോലും ദൈവം കടന്നു വന്ന് നമ്മളെയും നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഈ ഭാഗത്ത് കാണുന്നത്. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. മുന്നോട്ട് പോട്ടെ. ഗിദെയോൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. അതിന് യഹോവ ശാലോം എന്ന് പേരിട്ടു. അത് ഇന്ന് വരെയും
മുന്നോട്ട് പോയാട്ടെ. സ്തോത്രം. ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇൻ്റർവ്യൂൻ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർമ്മയാക്കി, ഒരു റീമയാക്കി വയ്ക്കും. എനിക്കും നിങ്ങൾക്കും ഒരു വേർഡ്, ഒരു വചനം തന്നിട്ടുണ്ടെങ്കിൽ, ആ വചനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ആ വചനം നിങ്ങൾക്കൊരു റീമ വേർഡായിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്നത്. ഏതൊരു സന്ദർഭത്തിലും നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ ആ വചനം നിങ്ങൾക്ക് ഓർമ്മ വരും. ഈ യാഗപീഠം പോലെ ദൈവം ശാലോം എന്ന് പേരിട്ടു, അതിന് സമാധാനം എന്ന് പേരിട്ടു. അതിന് വേറൊന്നുമല്ല, ഇവിടെ ഇത്രയും ഒരു കോൺവെർസേഷൻ ഗിദെയോനുമായിട്ട് ദൈവം നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വലിയ പദ്ധതിക്കായിട്ടാണ് ദൈവം ഇതെല്ലാം ചെയ്തത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു കൺഫ്രണ്ടേഷൻ, ഒരു ഇൻ്റർവെൻഷൻ നടന്നു കഴിഞ്ഞാൽ അത് ദൈവത്തിനും നിങ്ങൾക്കും അത് ഓർമ്മ വരുത്തേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് ജീവിതത്തിൽ. യേശുക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരു അവസ്ഥയുണ്ട്. അത് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ഒരു ഓർമ്മയുടെ ദിവസമാണ്. പ്രിയമുള്ളവരെ, ഞാൻ യേശുവിനെ കണ്ടെത്തിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ദിവസമായിട്ട് എണ്ണുന്നവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര പേര് എണ്ണുന്നുണ്ട്? ഞാൻ എൻ്റെ യേശുവിനെ കണ്ടെത്തിയില്ലെങ്കിൽ, നമ്മൾ ഓരോരുത്തരും യേശുവിനെ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ശാലോം, സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവന് സമാധാനമാണ് ആവശ്യം. അവൻ റിക്കൺസിലിയേഷൻ്റെ ദൈവമാണ്. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഫോർ റിക്കൺസിലിയേഷൻ. പുതിയ നിയമത്തിന്റെ വക്താക്കളായിട്ട്, പുതിയ നിയമത്തിന്റെ വക്താക്കളായിട്ട് മാത്രമല്ല, നിങ്ങൾ നിരപ്പ് പ്രാപിക്കുകയും നിങ്ങൾ നിരപ്പ് പ്രസംഗിക്കുകയും നിങ്ങൾ നിരപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അതിനാ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ശുശ്രൂഷയാണ്. ഞാനും നിങ്ങളും ദൈവവുമായിട്ടൊരു ഇൻ്റർവെൻഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, ഒരു സമാധാനമാണ്, ഒരു നിരപ്പാണ്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? എന്നെ വിളിച്ചിരിക്കുന്നത് നിരപ്പിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ടാണ്. റിജോയെ വിളിച്ചിരിക്കുന്നത് നിരപ്പിൻ്റെ ശുശ്രൂഷയ്ക്കാണ്. ഷാജി ബ്രദറിനെ വിളിച്ചിരിക്കുന്നത് നിരപ്പിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ടാണ്. സീനയെ വിളിച്ചിരിക്കുന്നത് നിരപ്പിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ടാണ്. ആരാണ്, എങ്ങനെയാണ്, എന്താണ് ഇതൊന്നും നമുക്കറിയത്തില്ല. ദൈവമാണ് അത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറന്നുപോകരുത് പ്രിയമുള്ളവരെ. മുന്നോട്ട് പോകാം, നമുക്ക് മുന്നോട്ട് പോകാം. സ്തോത്രം. പിന്നീട് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അടുത്തൊരു കാര്യം, അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ട് ചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ്റെ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളയുക. ശ്രദ്ധിച്ചോ? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഗിദെയോന്റെ കുടുംബത്തിൽ തന്നെ എന്തുണ്ട്? ഇതാ സംഭവം. ഗിദെയോന്റെ കുടുംബത്തിൽ തന്നെ അശേര പ്രതിഷ്ഠ ഇരിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ഈ അശേര പ്രതിഷ്ഠ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഈ ബാലിന്റെ വിഗ്രഹങ്ങൾ ഇരിക്കുന്ന ഒരു കുടുംബത്തിൽ പിറന്നതായിട്ടുള്ള ആരാണ്? ഗിദെയോൻ, അല്ലേ? ഗിദെയോനെയാണ് ആര് സന്ദർശിച്ചിരിക്കുന്നത്? ഇപ്പോൾ ദൈവം സന്ദർശിച്ചിരിക്കുന്നത്. നമ്മൾ ചില ഹിന്ദു വീടുകളിലൊക്കെ ചില പാസ്റ്റർമാർ കടന്നു തരും കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഹാലലുയും ഇതൊന്നും വരുന്നില്ല അവർക്ക്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കൃഷ്ണൻ്റെ പ്രതിമ ഇരിപ്പുണ്ടോ, അത്രയേ ഉള്ളൂ കാര്യം. ഞാൻ ചോദിച്ചോട്ടെ, ഈ കൃഷ്ണൻ്റെ പ്രതിമ അവിടെ ഇരുന്നു വെച്ചാൽ വല്ല പ്രശ്നമുണ്ടോ? അവിടെ ഇരുന്നോട്ടെന്ന്, നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? അതൊന്നും നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അതൊക്കെ നമ്മൾ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കും. അതാ ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഗിദെയോനെ ദൈവത്തിന് കാണുന്നതിൽ, ഗിദെയോനുമായിട്ട് ദൈവം ഇന്റർവ്യൂ ചെയ്യുന്നതിൽ, ഗിദെയോനെ ദൈവത്തിന് കൺഫ്രണ്ട് ചെയ്യുന്നതിൽ ഇതൊന്നും ഒരു വിഷയമല്ല. ദൈവത്തിന് ആവശ്യമുള്ള വ്യക്തിയെ ദൈവം എവിടെ ചെന്നാണെങ്കിലും പിടികൂടും. എവിടെ ചെന്നാണെങ്കിലും മോനെ ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ മോഹനെ ദൈവം വിളിച്ചിരിക്കും. സ്തോത്രം. അതിപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും, കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും, ലോറി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ദൈവം വിളിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ വിളിച്ച് ദൈവം ഇന്റർവ്യൂ ചെയ്ത്
ദൈവം ദൈവത്തിൻ്റെ മകനാണെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ യാഗമെല്ലാം കഴിക്കുവാൻ തക്കവണ്ണം പ്രിപ്പയർ ആക്കിയിരിക്കുന്ന ഗിദെയോന്റെ ജീവിതത്തിലേക്ക് ദൈവം പിന്നീട് കടന്നു ചെന്നിട്ട് പറയും, മോനെ നീ ഒരു കാര്യം നീ ചെയ്യണം, നിന്റെ ജീവിതത്തിൽ നീ അനുസരിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ മക്കൾ ആരും തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരല്ല. ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കുമ്പിടാൻ പാടില്ല. നീ അതുകൊണ്ട് നിന്റെ കുടുംബത്തിലേക്ക് കടന്നു ചെന്നിട്ട് നീ പറയണം, ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തുവിൽ, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ ചില നന്മകളുണ്ട്. ആ ദൈവമാണ് എന്നെ വഴി നടത്തിയിരിക്കുന്നത്. ആ ദൈവമാണ് എൻ്റെ ദൈവം. ഇവിടെ ഈ അകൃത്യങ്ങളും ഇവിടെ ഈ അനീതിയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാനുള്ള ധൈര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നീ അവിടെ ചെന്ന് അതെല്ലാം ഇടിച്ച് കളഞ്ഞ് ആശേര പ്രതിഷ്ഠയെ വെട്ടിക്കളഞ്ഞ് നീ നിൽക്കാൻ പറഞ്ഞു. സ്തോത്രം, താങ്ക് യു, ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. പിന്നീട് എന്താ കാണുന്നത്? മുന്നോട്ട് പോയാട്ടെ, അവൻ അനുസരിച്ചോ? ഹല്ലേലൂയ. അനുസരണം എന്ന് പറയുന്നത് നമുക്കറിയാം യാഗത്തെക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 1 ശമൂവേൽ 15:22 നമ്മൾ വായിക്കുന്നുണ്ട്, യാഗത്തെക്കാളും അനുസരണം ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട്. അവൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. ആ വിളിക്കനുസരിച്ച് കാര്യങ്ങളെ നടക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും അശേര പ്രതിഷ്ഠകളുണ്ടോ, ഏതെങ്കിലും ബാലിൻ്റെ വിഗ്രഹങ്ങളുണ്ടോ, ഏതെങ്കിലും ദൈവഹിതമല്ലാത്തതായിട്ടുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാണ്. ഹല്ലേലൂയ. ദൈവത്തിന് അത് ആവശ്യമാണ്. കാരണം ദൈവത്തിന് അൾട്ടിമേറ്റ്ലി ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നേ പറ്റത്തുള്ളൂ. ദൈവത്തിന് അൾട്ടിമേറ്റ്ലി ഇസ്രായേൽ മക്കളെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ. അതിന് നിന്നെ വിളിച്ചിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഒരു അകൃത്യം നടക്കുവാൻ, ഒരു അശുദ്ധി ഉണ്ടാകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്നെ ആവശ്യമുണ്ട്, നിനക്ക് ബലമുണ്ട്, നീ പരാക്രമശാലിയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ദൈവത്തിന് കാര്യമില്ല. ദൈവത്തിന് നിന്റെ വിശുദ്ധി ആവശ്യമാണ്. നിന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവൻ എന്താ ചെയ്തെന്ന് നോക്കിയേ. മാറിപ്പോയോ? ഗിദെയോൻ തൻ്റെ വേലക്കാർ 10 പേരെ കൂട്ടി യഹോവയോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അനുസരണമുള്ള ഗിദെയോനെ നമ്മൾ കാണുന്നത്. ഞാൻ ചോദിക്കോട്ടെ, നമ്മൾ അനുസരണമുള്ളവരാണോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഇവിടെ കടന്നു വരാൻ പോവുകയാണ്. നമ്മൾ അനുസരണമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആ പദ്ധതി നിവർത്തിക്കുക തന്നെ ചെയ്യും. എന്നാൽ അവൻ തൻ്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് പകൽ സമയത്ത് അത് ചെയ്യാതെ രാത്രിയിൽ അത് ചെയ്തു. മനുഷ്യനാണല്ലോ, സ്തോത്രം. മനുഷ്യന് കുറച്ച് പേടിയൊക്കെ ഉണ്ട്, ഇല്ലേ? പേടി കുഴപ്പമില്ല, പക്ഷേ അവനത് ചെയ്തു. രാത്രിയിലായിക്കോട്ടെ പകലായിക്കോട്ടെ കാര്യം നടത്തി. സ്തോത്രം. മാസ്ക് ഇട്ടിട്ടാണെങ്കിലും കാര്യങ്ങൾ നടത്തി. മാസ്ക് ഇട്ടിട്ടാണെങ്കിലും കാര്യം നടത്തി. ഓക്കെ, മുന്നോട്ട് പോട്ടെ. സ്തോത്രം. പട്ടണക്കാർ രാവിലെ എഴുന്നേറ്റപ്പോൾ ബാലിൻ്റെ ബലിപീഠം ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടു. അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നതും പണിതീരിക്കുന്ന യാഗപീഠത്തെങ്കിൽ ആ 2ാമത്തെ കാള യാഗം കഴിച്ചിരിക്കുന്നതൊക്കെ അവർ കണ്ടു. പല കാര്യങ്ങൾ നടക്കും. ഓക്കെ, മുന്നോട്ട് പോയാട്ടെ. സ്തോത്രം. മുന്നോട്ട് പോകട്ടെ മക്കളെ. ഇത് ചെയ്തത് ആരെന്ന് അവർ തമ്മിൽ ചോദിച്ചു. അന്വേഷണം കഴിച്ചപ്പോൾ മനസ്സിലായി ഇത് ഗിദെയോന്റെ പരിപാടിയാണെന്ന് മനസ്സിലായി. ഓക്കെ, മുന്നോട്ട് പോയാട്ടെ. പട്ടണക്കാർ യോവാശിനോട്, നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക, അവൻ മരിക്കണം, അവൻ ബാലിൻ്റെ ബലിപീഠം ഇടിച്ചു. അപ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മൾ രാത്രിയിൽ ചെയ്താലും ശരി പകൽ ചെയ്താലും ശരി വെളിപ്പെടേണ്ടതാണെങ്കിൽ വെളിപ്പെടും. അവിടെ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ കാര്യം ചെയ്തേച്ചാൽ മതി കേട്ടോ. അനുസരിക്കാനുള്ളത് അനുസരിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഒരല്പം ഭയം ഉള്ളത് കൊണ്ട് ഞാൻ ബൈബിള് പ്ലാസ്റ്റിക് ഷീറ്റിലൊക്കെ പൊതിഞ്ഞാൽ കൊണ്ടു കിടക്കാം. പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു. എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ചേച്ചിയുടെ വീട്ടിൽ ചേച്ചി നല്ല ഹിന്ദു വിശ്വാസത്തിലുള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിക്കൊരു മോശം ഉണ്ടാക്കണ്ട, ചേച്ചി എന്നെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു പ്ലാസ്റ്റിക് കൂട്ടിൽ എൻ്റെ ബൈബിളൊക്കെ വെച്ച് നല്ലോണം പൊതിഞ്ഞ് കെട്ടി ഞാൻ പതുക്കെ പള്ളിയിൽ ചർച്ചിലേക്കോ അല്ലെങ്കിൽ മീറ്റിങ്ങിലേക്കൊക്കെ പോകും. നമ്മളൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, സംശയമില്ല. എന്തൊക്കെ ചെയ്താലും ശരി തക്ക സമയത്ത് ഇതെല്ലാം വെളിപ്പെട്ടോളും. നമ്മൾ അന്നേരം നമുക്ക് കിട്ടുന്ന ധൈര്യത്തിനനുസരിച്ചും അന്നേരം നമുക്ക് കിട്ടുന്ന സാഹചര്യത്തിനനുസരിച്ചും കാര്യങ്ങൾ അങ്ങ് ചെയ്തേച്ചാൽ മതി. കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് അനുസരിക്കണം, ദൈവത്തെ അനുസരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ. അവൻ ചെയ്തു. അവനെ പുറത്തു കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ഓക്കെ, മുന്നോട്ട് പോയാട്ടെ.
യോവാസ് തൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത്, ബാലിന് വേണ്ടി നിങ്ങളോ വ്യവഹരിക്കുന്നത്, നിങ്ങളോ അവനെ രക്ഷിക്കുന്നത്, അവന് വേണ്ടി വ്യവഹരിക്കുന്നവൻ ഇന്ന് രാവിലെ തന്നെ മരിക്കണം. അവനൊരു ദൈവമെങ്കിൽ തൻ്റെ ബലിപീഠം ഒരുത്തിന് ഇടിച്ചു കളഞ്ഞതുകൊണ്ട് താൻ തന്നെ തൻ്റെ കാര്യം വ്യവഹരിക്കട്ടെ. അപ്പോൾ ദൈവമാണെങ്കിൽ കാര്യം ചെയ്യട്ടെ എന്ന്. ഇവൻ അവൻ്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ അവൻ്റെ നേരെ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞ് അവന് അന്ന് യെറുബാൽ എന്ന് പേരിട്ടു. സ്തോത്രം. ബാലിനെ എതിർക്കുന്നവൻ. ഓക്കെ, മുന്നോട്ട് പോട്ടെ. അനന്തരം മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഇക്കരെ കടന്ന് ഇസ്രായേൽ താഴ്വരയിൽ പാളയം ഇറങ്ങി. പ്രിയമുള്ളവരെ, എനിക്ക് ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. പിന്നീട് ദൈവം അവനെ വിളിച്ചു. അവനെ വിളിച്ച കാര്യത്തിൽ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ഇൻ്റർവീൻ ചെയ്യുമ്പോൾ നമ്മൾ ബലഹീനരായിരിക്കാം. ബലഹീനതയിലും ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. നമുക്ക് ബലമുണ്ടെങ്കിലും നമ്മളത് അറിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നമ്മളെ ബലശാലിയാണെന്ന് കാണിച്ചു തരുന്ന ഒരു ദൈവമാണ്. നമ്മളെ നേരായ വഴിക്ക് നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. തന്നെയുമല്ല, ദൈവം നമ്മളിൽ നിന്നൊരു പ്രവൃത്തി വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കാനുണ്ട്. ക്രമീകരണം നമ്മൾ പ്രാപിക്കാനുണ്ട്. വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കാനുണ്ട്. നമ്മൾ ഏതൊക്കെ വിധത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തണമോ അതെല്ലാം നമ്മൾ ചെയ്യാനുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ദൈവം നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഗിദെയോന് മനസ്സിലായി കാര്യങ്ങളെ നടക്കാൻ പോവുകയാണ്. പിന്നീട് ദൈവം അവനോട് സംസാരിച്ചൊരു കാര്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏകദേശം 32,000 പട്ടാളക്കാര് ആ സമയത്തുണ്ട് ഇസ്രായേലിന്. ഗിദെയോന് കൂട്ടായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ദൈവം പറഞ്ഞു, അത് നിന്റെ പ്ലാൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, കാര്യങ്ങളെ നടത്താനൊക്കെ തുടങ്ങുമ്പോൾ ഒരു വിധത്തിലുള്ളൊരു കോൺഫിഡൻസ് അങ്ങ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുവാനാ? നമ്മൾ നോർമലി എന്താ ചെയ്യാന്ന്? എന്നാ പിന്നെ എൻ്റെ ചില പദ്ധതികൾ അങ്ങോട്ട് നിവർത്തിക്കാവല്ലോ, ദൈവം എല്ലാ കാര്യവും ഒക്കെ ചെയ്യാൻ പോവല്ലേ, എന്നാൽ പിന്നെ ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ കൂടി അങ്ങ് നടത്തിയേക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ദൈവം ഇൻ്റർഫിയർ ചെയ്യും. സ്തോത്രം. ആ ഭാഗം ഒന്ന് എടുക്കാവോ മക്കളെ? ഞാൻ ആ ഭാഗത്തിൻ്റെ എവിടെയാണെന്നുള്ളത് എക്സാക്ട്ലി എനിക്കറിയത്തില്ല. എന്താണെന്നറിയോ? 32,000 പട്ടാളക്കാരെ അവിടെ ഉണ്ടായപ്പോൾ ദൈവം പറഞ്ഞു, എനിക്ക് 32,000 പേരെ വേണ്ട. നമ്മുടെ പദ്ധതിയും നമ്മുടെ പ്ലാനും ഒക്കെ നമ്മൾ ചെയ്തു. ദൈവം നമ്മളെ ആ രീതിയിലാണ് നടത്താൻ പോകുന്നത്. നമുക്കൊരു കോൺഫിഡൻസ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്നറിയോ? നമ്മൾ പിന്നെ കുറച്ച് നമ്മുടെ ചിന്ത അങ്ങോട്ട് കൂട്ടി, നമ്മുടെ ചിന്തയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാനായിട്ട് നോക്കി. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ, കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കുമല്ലോ, ഇത്രയും പട്ടാളക്കാരും ഉണ്ട്, കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഗിദെയോനോട് പറഞ്ഞു, ഗിദെയോനെ വേണ്ട മോനെ, എനിക്ക് ഇത്രയും പേരൊന്നും വേണ്ട. സ്തോത്രം. എത്ര പേരെ എനിക്ക് വേണ്ടത്? നിന്നോട് കൂടെയുള്ള താങ്ക് യു, നിന്നോട് കൂടെയുള്ള ജനം അധികമാണ്. സ്തോത്രം. ജനത്തെ കുറിച്ച് അറിയാകുന്നവരാരാ? ദൈവ. നമ്മുടെ പദ്ധതിയെ നടത്തിയെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുമ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് അറിയാം ആരൊക്കെ കൂട്ടണം, ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെ വേണ്ടതെന്നുള്ളത് ദൈവത്തിന് അറിയാം. നമ്മളത് ആലോചന വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഒരു കാര്യമാണിത്. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നറിയോ? ദൈവം ചില കൂട്ടത്തെയൊക്കെ മാറ്റിക്കളയും. ഇതിനോട് പറഞ്ഞു, നിന്റെ കൂടെയുള്ള ജനം അധികമാണിപ്പോ, വേണ്ടാന്നേ, ഇത്രയൊന്നും വേണ്ട, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ കൈ, ശ്രദ്ധിച്ചോണേ, അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. എൻ്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എൻ്റെ നേരെ വമ്പ് പറയാതിരിക്കാനായിട്ട് ഞാൻ മിദ്യാന്യരുടെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കില്ല. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് മനസ്സിലായോ? അപ്പൊ ചില കാര്യങ്ങൾ നമുക്കെല്ലാം ഓക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനമെടുത്താൽ അവിടെയും ദൈവം എന്ത് ചെയ്യും? ഇന്റർവ്യൂ ചെയ്യും. നോയലും ദിവ്യയും കല്യാണമൊക്കെ കഴിച്ചു, ഇങ്ങനെ നല്ലതായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമാണ് യോജിപ്പിച്ചത്, കർത്താവേ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് പോകേണ്ടതിനിടയ്ക്ക് ഇനിയിപ്പോൾ ദൈവം അവിടെ നിൽക്കട്ടെ എന്നങ്ങാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ദൈവം ഇടപെടാൻ പോകുന്നത്. മനസ്സിലായോ? കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ദൈവത്തിന് ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതിയുണ്ട്.
നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ കാര്യവും കർത്താവെ അങ്ങനെ പ്രാർത്ഥിച്ചു, അതെല്ലാം നടത്തി, അതെല്ലാം ഒരുമാതിരിയൊക്കെ നന്നായിട്ട് അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നടന്നോളും എന്ന് ചിന്തിച്ച് നമ്മൾ ചില മനുഷ്യരെയൊക്കെ ആശ്രയിക്കാനൊക്കെ തുടങ്ങിയ ദൈവം പറയും, എന്തു പറയും? വേണ്ട, ഇത്രയും ജനമൊന്നും ആവശ്യമില്ല എനിക്ക്, ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ദൈവം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദൈവം പറയുന്നത് വമ്പ് പറയാനായിട്ട് ഒരിക്കലും മനുഷ്യന് കഴിയരുത്. സ്തോത്രം. ഒരു മനുഷ്യനും വമ്പ് പറയരുത്. പിന്നീട് എന്താ പറഞ്ഞിരിക്കുന്നു നോക്കി, പിതാവോട്ട് പോവാം, പെട്ടെന്ന് നമുക്ക് തീർത്തേക്കാം. സ്തോത്രം. ആകയാൽ നീ ചെന്ന ആർക്കെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജനക്കൂട്ടത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്, അത് ദൈവത്തിന് മനസ്സിലായിട്ടുണ്ട്. കണ്ടോ, അവൻ എൻ്റെ ഒച്ചയൊക്കെ കേട്ടിട്ടാണ് അവൻ ശബ്ദം വയ്ക്കുന്നത്. കുഴപ്പമില്ല, നാളെ പാസ്റ്റർ ആവേണ്ട വ്യക്തിയാണ് അവൻ. അപ്പോ ഭയമുള്ളവരുണ്ട്, ഭീരുതുള്ളവരുണ്ട്, ഈ കാര്യമൊക്കെ പ്രവർത്തിക്കാൻ തക്കവണ്ണം കഴിവില്ലാത്തവര് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരൊക്കെ പൊക്കോട്ടെ, അത് പറഞ്ഞു, മടങ്ങി പൊക്കോളട്ടെ. ജനത്തിൽ 20,000 പേരങ്ങ് മടങ്ങിപ്പോയി. 32,000 പേരുണ്ടായിരുന്നതിൽ 20,000 പേര്. എത്ര പെർസെൻറ്റേജാണ് റോജറെ? 32,000-ൽ 22,000 പേര് ഭയാലുക്കളായിരുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ 100 പേര് ഇരിക്കണമെങ്കിൽ 60 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ 7 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ എത്ര പേര് ഭയാലുക്കളാണെന്നുള്ളൊരു ചോദ്യം ദൈവം ചോദിക്കുന്നുണ്ട് കേട്ടോ. സ്തോത്രം. എത്ര പേര് ഭയമുണ്ട്? 2 കന്യാസ്ത്രീകളെ പിടിച്ചകത്തിട്ടു. കത്തോലിക്ക സമുദായം എന്ന് പറയുന്ന വളരെ ശക്തമായിട്ടുള്ള സമുദായമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. വളരെ ശക്തമായിട്ടുള്ള സമുദായത്തിൻ്റെ മേൽ അവർക്ക് കൈവയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലേ? കുഴപ്പമില്ല, ദൈവമാണ് നടത്തുന്നത്. നമ്മൾ എത്രയോ ചെറുതായിട്ടുള്ള ആൾക്കാരാണ്. സ്തോത്രം. ഭയമുണ്ടോ? ആരാണെങ്കിലും ഇവിടെ ഭയപ്പെടുത്തുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭയപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരിക്കലും ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. ഭയപ്പെട്ടുകൊണ്ട് ഒരിക്കലും നമുക്ക് കർത്താവിൻ്റെ മാർഗങ്ങളെ നമുക്ക് പ്രകീർത്തിക്കാൻ കഴിയത്തില്ല. ഭയപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ അത് ശക്തിയുടെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ അത് ഭയമില്ലാതെ മുന്നോട്ട് പോകേണ്ട ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഭയമുള്ളവരൊക്കെ മാറിപ്പോക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 26,000 പേര് പോയി. 22,000 ഡിവൈഡഡ് ബൈ 32,000 എത്ര പെർസെൻറ്റേജാന്ന് കിട്ടിയോ റോജറെ? ഇല്ല, 2/3 ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 70% പോയി അല്ലേ? 70% പോയി. സ്തോത്രം. അടുത്ത് താഴോട്ട് എടുക്കട്ടെ. ഇനി എന്താ സംഭവിക്കുന്നത്? പിന്നെയും ഗിദെയോനോട് ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോവുക. നോക്കി, ഒരു നോൺ കൺവെൻഷണൽ മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ പാസ്റ്റർ മാത്യു? നോൺ കൺവെൻഷണൽ മെത്തേഡിലാണ് അടുത്ത ഫിൽട്രേഷൻ നടക്കുന്നത്. നമ്മൾ എന്തിക്കും? ദൈവത്തിൻ്റെ ഈ പദ്ധതിയൊക്കെ നടക്കുമോ? വിശ്വസിച്ചാൽ മതി. ദൈവം എന്ത് പറയുന്നോ അതങ്ങ് ചെയ്തേക്കുക. ഇവിടെ പറയാണ് വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ ഞാൻ അവരെ പരിശോധിച്ച് തരാം. ഇവൻ നിന്നോട് കൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവർ പോരട്ടെ, ഇവൻ നിന്നോട് കൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവർ പോരണ്ട. ദൈവത്തിന് അത്രയേ ഉള്ളൂ. ഓക്കെ. എന്നിട്ട് ഇവൻ എന്താ ദൈവം ചെയ്തേ? മുന്നോട്ട് പോയട്ടെ. ഒരു നോൺ കൺവെൻഷണൽ മെത്തേഡാ. അങ്ങനെ അവർ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട് പട്ടി നക്കി കുടിക്കുന്നത് പോലെ നാവ് കൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരൊക്കെ വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരൊക്കെ വേറെയും നിർത്തുക എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കുമോ? എനിക്കറിയത്തില്ല. ദൈവം എന്തോ ഒരു ബുദ്ധിമാനല്ലേ. ദൈവം ചിന്തിച്ച കാര്യം, പട്ടി നക്കി കുടിക്കുന്ന പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുക. അല്ല, ഇനി മുട്ടുകുത്തി നിന്നിട്ട് വെള്ളം കുടിക്കുന്നവരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുക. ഫിൽട്രേഷൻ മെത്തേഡ്സാ. നോൺ കൺവെൻഷണൽ ആണ്. ഇതൊരു കൺവെൻഷണൽ മെത്തേഡല്ല, നോൺ കൺവെൻഷണൽ മെത്തേഡാണ് അല്ലേ ജയേഷ് ബ്രദർ? പിന്നെന്താ സംഭവിക്കുന്നത് നോക്കാം. എന്നിട്ട് പറയാണ്, കൈ വായ്ക്ക് വച്ച് നക്കി കുടിച്ചവർ ആകെ 300 പേരായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പട്ടി നക്കി കുടിച്ചവരാണോ? അല്ലേ? ശരിയാണല്ലോ അല്ലേ? അത് രണ്ടാമത് പറഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊന്ന് മാറ്റിയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ കൺഫ്യൂഷൻ വരണ്ട. കൈ വായ്ക്ക് വെച്ച് നക്കി കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി. താഴെ കിടപ്പുണ്ട്. യഹോവ ഗിദെയോനോട് നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിന്നെ യുദ്ധം ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ
ചില തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുവദിക്കുമ്പോൾ അതൊരു നോൺ കൺവെൻഷണൽ വേയിലൊക്കെ ആയിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ആലോചനയല്ല ദൈവത്തിൻ്റെ ആലോചന. ദൈവം വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ കാണുന്നവനാണെന്നുള്ള ഒരു കാര്യമാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻ്റർപ്രിട്ടേഷൻ ഒന്നും ഞാൻ പോയിട്ടില്ല. ഏതെങ്കിലുമൊക്കെ പ്രസംഗർ വേറെ ഏതെങ്കിലുമൊക്കെ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പാസ്റ്റർ മാത്യു വല്ലതും ഉണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് ഉള്ളവരൊക്കെ ഉണ്ട്. മുട്ട് കുത്തി കുടിച്ചവർ അങ്ങനെയാണ്, നക്കി കുടിച്ചവർ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല അതൊന്നും. അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇതൊരു നോൺ കൺവെൻഷണൽ പാറ്റേൺ ഓഫ് സെലക്ഷൻ ആണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം സെലക്ട് ചെയ്യുന്നത്, ദൈവം തീരുമാനമെടുക്കുന്നത്, എന്നെയും നിങ്ങളെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ രീതിയിലൊക്കെ ആയിരിക്കും. സ്തോത്രം. അന്നേരം നിങ്ങൾ ദുഃഖിക്കരുത്. കർത്താവ് ഇങ്ങനെയൊക്കെയാണോ കർത്താവ് ചെയ്യുന്നത്? ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയാണോ കർത്താവിൻ്റെ പ്ലാന്? ഇങ്ങനെയൊക്കെയാണോ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്? ഇതൊന്നും ചിന്തിക്കേണ്ട, അനുസരിക്കുക. ദൈവം പറയുന്നത് അനുസരിക്കുക. ഈ 300 പേരെയും കൊണ്ട് ഗിദെയോൻ പോയി. അതാണ് മുമ്പ് നമ്മൾ വായിച്ചത്. ഗിദെയോനെ ഒറ്റയ്ക്ക് ഒരു വ്യക്തിയായി നിർത്തിക്കൊണ്ട് മിദ്യാന്യരെ തോൽപ്പിക്കുവാൻ ഞാൻ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. 300 പേരെ ദൈവം കൊടുത്തു. പക്ഷേ ഒരു നാളും ഇസ്രായേൽ വമ്പ് പറയാതിരിക്കേണ്ടതിനായിട്ട് ഈ 300 പേരെ സെലക്ട് ചെയ്ത് ദൈവം കൊടുത്തു. പക്ഷേ ഗിദെയോൻ ദൈവത്താൽ ജയിച്ചു. സ്തോത്രം. ഞാൻ അവിടെ നിർത്തട്ടെ. സ്തോത്രം. ഇതിനോടനുബന്ധമായിട്ട് പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? സ്തോത്രം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരു ചോയ്സ്, ഒരു സെലക്ഷനുണ്ട്, ഒരു ഇൻ്റർവെൻഷനുണ്ട്. നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന അവസരത്തിലും ദൈവം നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരും. ഒന്നാമത്തെ കാര്യം അതാണ്. ദൈവം നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്ന് നിങ്ങളെ വിളിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. മറന്നു പോകരുത്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്താണ് ഇവിടുന്ന് പഠിച്ചത്? നിങ്ങളൊന്ന് പറയാമോ? രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്ത് പഠിച്ചു? ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു മനോഭാവമാണ് നമ്മുടെ ഇടയിൽ കടന്നു വരാറ്, അല്ലേ? പക്ഷെ നിങ്ങൾ ആലോചിച്ചോണം, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് അനുസരണമായി നമ്മൾ ജീവിക്കാത്തത് കൊണ്ട് മാത്രമാണ് ദൈവം പലപ്പോഴും ദുഷ്ടതയിലൂടെ അല്ലെങ്കിൽ ദുഷ്ടന്മാരിലൂടെ നമ്മളെ പ്രശ്നത്തിലൂടെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ആകെ പ്രശ്നത്തിലായി ആകാനുള്ള റീസൺ നമ്മൾ തന്നെയാണ്. ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലും നമ്മൾ ഇടപെടും. അങ്ങനെ പ്രശ്നത്തിലേക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ചോണം. ഓക്കെ, മൂന്നാമത്തെ കാര്യം നമ്മൾ എന്താണ് പഠിച്ചത്? അങ്ങനെയൊക്കെയാണെങ്കിലും ദീർഘക്ഷമയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ പർപ്പസ്, ഉദ്ദേശം എന്താണോ അത് നിവർത്തിച്ചെടുക്കുവാൻ ദൈവം നമ്മുടെ മധ്യത്തിൽ നിന്ന് പോകത്തില്ല. ദൈവം നമ്മളെ കൊണ്ടത് ചെയ്യുവാൻ തക്കവണ്ണം അവൻ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അവൻ ആദ്യം പറഞ്ഞു, ഞാൻ അയച്ചിരിക്കുകയാണ്. അത് വിശ്വസിക്കാത്തതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നവനാണ്. സ്തോത്രം. ഇതും വിശ്വസിക്കാത്തത് ഒരു വ്യക്തിയുടെ ഒരു ദൗർബല്യമായിരിക്കാം. പക്ഷെ എങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെയും ദൗർബല്യം അതായതുകൊണ്ട് ഞാൻ വീണ്ടും പറയട്ടെ, ഇതും വിശ്വസിക്കാതെ അടയാളം ചോദിച്ച ഗിദെയോന്റെ മുമ്പിൽ അടയാളം നൽകിയ ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടയാളം നൽകിയ ഒരു ദൈവത്തെയാണ് നമ്മൾ കണ്ടത്. സ്തോത്രം. അതിനുശേഷവും എന്ത് സംഭവിച്ചു പ്രിയമുള്ളവരെ? പിന്നീട് പറഞ്ഞു, കാര്യങ്ങളെല്ലാം കൊള്ളാം ബ്രദറെ, സഹോദരി. കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ക്രമീകരണം ആവശ്യമാണ്, വിശുദ്ധി ആവശ്യമാണ്, ശുദ്ധത ആവശ്യമാണ്, ധൈര്യം ആവശ്യമാണ്. നീ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ്, പൗലോസ് പറഞ്ഞു തിമോഥെയോസിനോട് നോക്കിയിട്ട്, നീ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്. നീ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് സ്നേഹത്തിന്റെ ആത്മാവാണ്. നീ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ശക്തിയുടെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അന്യഭാഷ പറയാനായിട്ടല്ല. അന്യഭാഷ ഒരു ലക്ഷണം മാത്രമാണ്. നീ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ലജ്ജ കൂടാതെ സുവിശേഷം പറയാനായിട്ടാണ്. സ്തോത്രം. അതാ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായിട്ട് വായിച്ചാൽ മനസ്സിലാവും. ലജ്ജ കൂടാതെ നിനക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഗിദെയോനോട് പറഞ്ഞു, ഗിദെയോനോട് എന്താ പറഞ്ഞത്? നീ നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ ക്രമീകരിക്കണം, കുടുംബത്തെ ക്രമീകരിക്കണം, നിന്റെ തലമുറയെ ക്രമീകരിക്കണം. എന്ന് ആലോചിച്ച് നോക്കി. അവൻ ഈ കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അവന്റെ അപ്പൻ അവനോട് എതിരിട്ടോ? ഇല്ല.
ശ്രദ്ധിച്ചോ നിങ്ങളത്? അവന്റെ അപ്പൻ ആ സമൂഹം മുഴുവൻ എതിരിട്ട് വന്നപ്പോൾ അവന്റെ അപ്പൻ എന്താ പറഞ്ഞെന്നറിയോ? ഇങ്ങനെയാണെങ്കിൽ ഈ ദൈവം അവനെ കൊല്ലട്ടെന്നേ, നിങ്ങളെന്തിനാ അതിനകത്ത് ഈ പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാ പറഞ്ഞത്. ശ്രദ്ധിച്ചോ? അപ്പൊ നമ്മളൊരു സ്റ്റെപ്പ് എടുത്താലുണ്ടല്ലോ, ദൈവം ഈ ആൾക്കാരെ മാറ്റേണ്ടവരൊക്കെ അങ്ങ് മാറ്റിക്കോളും. അത് പേടിക്കണ്ടെന്ന്. നമ്മളൊരു സ്റ്റെപ്പ് എടുത്താൽ മാറ്റേണ്ടവരെയൊക്കെ ആര് മാറ്റും? ദൈവം മാറ്റും. വിശ്വസിക്കുന്നുണ്ടോ ആരെങ്കിലും ഒക്കെ? സ്തോത്രം. ജോലി, എനിക്ക് സന്തോഷമുണ്ട്. നമ്മളൊരു സ്റ്റെപ്പ് എടുത്താൽ മാറ്റേണ്ടവരെ മാറ്റും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവം അത് ചെയ്യും. അതാണ് നമ്മളവിടെ കാണുന്ന ഗിദെയോന്റെ ലൈഫിൽ നിന്ന്. പിന്നീട് എന്ത് സംഭവിച്ചു? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നീട് സംഭവിച്ചത്. സ്തോത്രം. ഗിദെയോനെ വിളിച്ചു, ഗിദെയോനെ നടത്തി, ഗിദെയോൻ ഉറച്ചു, ഗിദെയോൻ ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി. എന്നാൽ ഇനി പ്രവർത്തിക്കാമെന്ന് ചിന്തിച്ച് 32,000 പട്ടാളക്കാരെയും വിളിച്ചു കൂട്ടിയപ്പോൾ ദൈവം പറഞ്ഞു, വേണ്ട, ആള് കൂടിയാൽ നിങ്ങക്ക് ഈ പഴഞ്ചൊല്ലൊന്നും അറിയണല്ലേ, ആള് കൂടിയാൽ പാമ്പ് ചാവില്ല മോനെ. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് വേണ്ടത് കുറച്ചുപേര് മതി, കുറച്ചുപേര് മതി. ഒരു നോൺ കൺവെൻഷണൽ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഒരു പരിപാടിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. എന്നിട്ട് പറയും, അവരെ നിങ്ങളങ്ങ് സെലക്ട് ചെയ്താൽ മതി എന്ന് പറയും. സ്തോത്രം. സന്തോഷമുണ്ടോ? അങ്ങനെയുള്ളവരുടെ കൂടെ യുദ്ധം ചെയ്യാൻ സന്തോഷമുണ്ടോ? അതാ നമ്മൾ. സ്തോത്രം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ചില കാര്യങ്ങളെ ചെയ്തെടുക്കാനായിട്ടാണ്. നിങ്ങൾ വിശ്വസിക്കുക, ഏറ്റെടുക്കുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. ഗിദെയോന്റെ ജീവിതത്തിലൂടെ എൻ്റെ ജീവിതത്തോട് സംസാരിക്കുന്ന ദൈവത്തെ നമുക്കൊന്ന് കാണാം. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അടുത്തിരിക്കുന്ന ഒരാൾക്കൊന്ന് കൈ കൊടുത്തിട്ടൊന്ന് പറഞ്ഞാട്ടെ, യെസ്, ഗിദെയോന്റെ ജീവിതം എൻ്റെ ജീവിതത്തോട് സംസാരിക്കുന്നുണ്ട്. ഗിദെയോന്റെ ജീവിതം എൻ്റെ ജീവിതത്തോട് സംസാരിക്കുന്നുണ്ട്. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പല കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. ഇനി അത് നടക്കാൻ പോവുകയാണ്. സ്തോത്രം. ഞാൻ ബലഹീനനാണെന്ന് ചിന്തിച്ചു, പക്ഷെ ഞാൻ ബലവാനാണെന്നുള്ളത് ദൈവം എന്നെ കാണിച്ചു തന്നു. ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ പുത്രനാണ്. ദൈവത്തിന്റെ അധികാരം എൻ്റെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കർത്താവേ സ്തോത്രം. ഗിദെയോനെ വിളിച്ച ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് പറയാൻ കഴിയും? ഗിദെയോനെ വിളിച്ച ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ എന്നെ വിളിച്ച ആ വിളിക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ്. എൻ്റെ കുടുംബത്തെ ഞാൻ സമർപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ കുടുംബ ജീവിതത്തെ ദൈവത്തിനായിട്ട് ഞാൻ സമർപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ ഞാൻ ദൈവത്തിനായിട്ട് സമർപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ ഭവനത്തെ ഞാൻ ദൈവത്തിനായിട്ട് സമർപ്പിക്കാൻ പോവുകയാണ്. ഈവൻ എൻ്റെ ഓട്ടോറിക്ഷയെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ കാറിനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ പ്രൊഫഷനെ ദൈവത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് പറയാൻ കഴിയും? എത്ര പേർക്ക് ഈ വിശ്വാസമുണ്ട്? എത്ര പേർക്ക് ചഞ്ചലതയുണ്ട്? അചഞ്ചലമായിട്ട് നിൽക്കുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. അചഞ്ചലമായിട്ട് ഭീരുത്വമില്ലാതെ നിൽക്കുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. ദൈവം ആദ്യം സെലക്ട് ചെയ്തപ്പോൾ ഭീരുക്കളെ മുഴുവൻ മാറ്റിക്കളഞ്ഞു. ദൈവം 3-1 മാത്രം മതി ദൈവത്തിന്. സ്തോത്രം. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ദൈവം സെലക്ട് ചെയ്യും ദൈവത്തിന് ആവശ്യമുള്ളവരെ. ഇന്ന് പകൽക്കാലം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചാട്ടെ പ്രിയമുള്ളവരെ. നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി ഫാദർ. എൻ്റെ ജീവിതത്തിൽ എന്ത് പോരായ്മയാണ് ഉള്ളത്? എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ മുൻചുണ്ടി, എൻ്റെ ദേഷ്യ സ്വഭാവങ്ങൾ, ജീവിതത്തോടുള്ള എൻ്റെ പ്രതികരണങ്ങൾ, റെസ്പോൺസ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന എൻ്റെ സമയത്തിൻ്റെ ക്രമീകരണങ്ങൾ, ഇതെല്ലാം നമുക്കൊന്ന് മാറ്റിക്കളയേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടി സീരിയസ് ആവാനുണ്ട്. കുറച്ചുകൂടി നമ്മൾ ഒന്നുകൂടി ഒന്ന് കലക്കി മറിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് പറ്റത്തില്ല. നമുക്ക് ഈ സിറ്റിയെ പിടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ തൊട്ടടുത്ത സഹോദരൻ സഹോദരി ഡ്രഗ് അഡിക്റ്റാണ്. നിങ്ങളവിടെ കടന്നു ചെന്ന ആ ഡ്രഗ് അഡിക്റ്റിനെ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ദൈവശക്തി ഉണ്ടായിരിക്കണം. രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവനെ വിടുവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണം, വെളിപ്പെടണം. സ്തോത്രം. ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ? ഒന്ന് സമർപ്പിച്ചാട്ടെ, സമർപ്പിച്ചാട്ടെ, സമർപ്പിച്ചാട്ടെ. ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനകൾക്കായിട്ട് വീടുകൾ തുറന്നിട്ടാട്ടെ പ്രിയമുള്ളവരെ. പ്രാർത്ഥനകൾക്കായിട്ട് വീടുകൾ തുറന്നിട്ടാട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങളുടെ കാറുകളും നിങ്ങളുടെ ഓട്ടോറിക്ഷയും ഒക്കെ
തുറന്നിട്ടാട്ടെ, അത് ഓടട്ടെ. അത് സ്തോത്രം. നമ്മുടെ സെൽഫ് സെന്റേർഡ്നെസ് ഒന്ന് മാറ്റിയാട്ടെ. പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ വിളിക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ സെൽഫ് സെന്റേർഡ്നെസ്സും, സ്വയം ചിന്തിക്കുന്ന എല്ലാ ചിന്തകൾക്കും മാറ്റം വരണം. സ്തോത്രം. ഹാലൽ. നമ്മുടെ വയറ് ഇടുക്കി, ബെൽറ്റ് മുറുക്കി, തുണി മുറുക്കി ജീവിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. നമുക്ക് ധാരാളിത്തമുണ്ട്, നമുക്ക് പണമുണ്ട്, പൈസയുണ്ട്. പക്ഷെ ആ പണവും പൈസയും ഒക്കെ സുവിശേഷത്തിനായിട്ട് റൈറ്റ് ആയിട്ടുള്ള വേയില്, കേട്ടോ, ഒരിക്കലും തെറ്റായിട്ടല്ല, റൈറ്റ് ആയിട്ടുള്ള വേയില് കൊടുക്കുവാൻ തക്കവണ്ണമുള്ള മനസ്സൊരുക്കത്തോടുകൂടി നമ്മൾ നടക്കുന്നവരായിരിക്കട്ടെ. പണത്തെക്കാളും ഉപരിയായി നമ്മുടെ സമയത്തെ ചെലവിടുവാൻ നമ്മൾ തയ്യാറാണെന്നുള്ള ഒരു തീരുമാനം നമ്മളൊന്ന് എടുത്താട്ടെ. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഗിദെയോന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അതേ ദൈവം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ദൈവവചനം എന്ന ശക്തമായ വാളായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്. സ്തോത്രം. ഇന്നൊരു തീരുമാനമെടുക്കാം ശക്തമായിട്ട്. സ്തോത്രം കർത്താവേ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ദേവാ അടിയനിതാ, ദേവാ അടിയനിതാ, ദേവാ അടിയനിതാ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ്റെ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവും